ഹാപ്പി എല്ലാവരും റെഡി അല്ലേ സെഷനിലേക്ക്? യെസ് സർ. പ്രിപ്പയർഡ് ആണ്? യെസ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. സോ ബാക്കിയുള്ള ആൾക്കാർ എല്ലാവരും ഒന്ന് വീഡിയോ മോഡിലേക്ക് വന്നേ. എല്ലാ ആൾക്കാരും ഞാൻ ഓൾറെഡി പറയുന്നതാണ്, റിപ്പീറ്റഡ്ലി കാര്യങ്ങളൊന്നും പറയുന്നില്ല. സോ പെട്ടെന്ന് തന്നെ ഒരു 2 മിനിറ്റ്സ് ടൈം എടുത്തിട്ട് നിങ്ങൾ ആ ഒരു മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ടുള്ള ആ ഒരു ഹാങ് ഓവറിലായിരിക്കും. സോ ജസ്റ്റ് ഒന്ന് പോയിട്ട് ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് വിത്തിൻ 2 മിനിറ്റ്സ് കൊണ്ട് വീഡിയോ ഓൺ ചെയ്തിരിക്കുക കേട്ടോ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇന്ററാക്ട് ചെയ്ത് സംസാരിക്കാനും അതുപോലെ തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യൽ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റുള്ളൂ. ക്ലിയർ? സോ ഓക്കെ, താങ്ക് യു ജിതേഷ് സർ, താങ്ക് യു സോ മച്ച്. സോ ബാക്കിയുള്ള എല്ലാ ആൾക്കാരും മാക്സിമം നിങ്ങൾക്ക് വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ, ഞാൻ ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല. എങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും ലൈഫിൽ സക്സസ് ആവണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് എന്റെ മുന്നിലുള്ളത്. സോ ആ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിൽ നിങ്ങൾ ഇരിക്കുക. നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരു നോട്ട്ബുക്ക് ഉണ്ടായിരിക്കണം, ഒരു പേന ഉണ്ടായിരിക്കണം. നമ്മൾ പറയുന്നതിൽ ഒരുപാട് കോർ പോയിന്റ്സ് ഉണ്ടാവും. ഈ ഒരു കോർ പോയിന്റ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നോട്ട് ഡൗൺ ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫിൽ ഏത് സിറ്റുവേഷനിലാണ് ഈ ഒരു പോയിന്റ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നിങ്ങൾ അപ്പം തന്നെ നിങ്ങൾ അനലൈസ് ചെയ്യാനും ആ ഒരു സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് നിങ്ങൾ റൈറ്റ് ആയിട്ട് ഇത് യൂസ് ചെയ്യുമ്പോഴാണ് ഈ ഒരു സെഷൻസ് ഉള്ളത് കൊണ്ട് നിങ്ങൾ ഈ ഒരു മോർണിംഗ് എഴുന്നേറ്റിട്ട് ഈ ഒരു ടൈം നിങ്ങൾ മാറ്റി വെച്ചിട്ട് ഈ ഒരു സെഷൻസ് അറ്റൻഡ് ചെയ്യുന്നതിന്റെ റൈറ്റ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് അവിടെ കിട്ടുക. ക്ലിയർ? സോ നമുക്ക് സെഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെ ഉണ്ടായിരുന്നു മെഡിറ്റേഷൻ? എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. സൂപ്പർ ആയിരുന്നു സർ. നന്നായിരുന്നു. നന്നായിരുന്നു. മൈനൊക്കെ ഒന്ന് റിലാക്സ് ആയോ? യെസ് സർ. ഓക്കെ, വെരി ഗുഡ്. സോ നിങ്ങൾ എല്ലാവരും ഇന്നത്തെ സെഷൻ അറ്റൻഡ് ചെയ്യാൻ റെഡി ആണോ? റെഡി ആണെന്നുണ്ടെങ്കിൽ എല്ലാ ആൾക്കാരും RE എന്ന് കമന്റ് ചെയ്തേ. റെഡി ആൻഡ് എക്സൈറ്റഡ് എന്ന് കമന്റ് ചെയ്തേ. നിങ്ങൾ എനിക്ക് ഇന്ററാക്ട് ചെയ്യണം. നിങ്ങൾ കമന്റിലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ അൺമ്യൂട്ട് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. നമ്മുടെ ഇന്നത്തെ സെഷന്റെ ടോപ്പിക് എന്താന്ന് പറയുന്നത് നിങ്ങൾക്ക്? ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ. എന്താണ്? ആത്മവിശ്വാസത്തോടെ നമുക്ക് ആ, ആത്മവിശ്വാസം അല്ലെ, സെൽഫ് കോൺഫിഡൻസ് ആണ്. അൺലോക്ക് യുവർ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. സോ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു ഡിസ്കഷൻ അല്ലെങ്കിൽ ഈ ഒരു സെഷൻ നീഡ് ആണെന്ന് തോന്നുന്ന എത്ര പേരുണ്ട് ഇവിടെ? എനിക്ക് ഒരു സെഷൻസ് വേണം, എനിക്ക് എന്റെ സെൽഫ് കോൺഫിഡൻസ് എനിക്ക് കുറവുണ്ട്, സോ അതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ സെൽഫ് കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനും അതിനനുസരിച്ചിട്ടുള്ള നോളജ് കിട്ടാനും എനിക്ക് വേണം, എനിക്കത് നീഡാണ് എന്ന് പറയുന്ന എത്ര പേരുണ്ട് ഇവിടെ? ഒന്ന് കമന്റ് ചെയ്തേ. ഇതിൽ ഏകദേശം ഒരു 10-30 പേരുണ്ട്, 29 പേര് ഞാൻ അടക്കം. സോ ബാക്കിയുള്ള ആൾക്കാർ എല്ലാവരും കമന്റ് ചെയ്യുക. 10-12 പേര് മാത്രം കമന്റ് ചെയ്യുക, ഇവർ മാത്രം റെസ്പോണ്ട് ചെയ്യുക എന്നുള്ള സിറ്റുവേഷനിലൊക്കെ ആവരുത്. നമ്മൾ ഓരോരുത്തർക്കും ഇത് നീഡായിട്ട് വന്നിരുന്ന ആൾക്കാരാണ്. സോ നിങ്ങൾ ഓരോരുത്തർ റെസ്പോണ്ട് ചെയ്യുക കേട്ടോ. ബാക്കിയുള്ള ആൾക്കാർ വീഡിയോയിൽ വരിക. ഞാനൊരു ടൈം കൊടുത്തിട്ടുണ്ട്, ആ ഒരു ടൈമിനുള്ളിലേക്ക് അവർ വരുന്നു വിചാരിക്കുന്നു. ദെൻ ഓക്കെ, നമുക്ക് എല്ലാവർക്കും നീഡാണ് അല്ലേ? നമ്മുടെ ഉള്ളിൽ നമുക്ക് ലൈഫിൽ സക്സസ് ആവാൻ ഉണ്ടാവേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു സ്കിൽസിൽ ഒന്നാണ് ഈ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ശരിയല്ലേ? പലരും ഈ ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ട് പല സിറ്റുവേഷനിലും ബുദ്ധിമുട്ടുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഒരു ഇന്റർവ്യൂവിന് പോകുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കുന്നതായിക്കോട്ടെ, ഇൻവെസ്റ്റേഴ്സിനോട് സംസാരിക്കുന്നതായിക്കോട്ടെ, ഏത് സിറ്റുവേഷൻ ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഇടയ്ക്ക് നഷ്ടപ്പെടും, കേൾക്കുമ്പോൾ മാറ്റം വരും. ഓക്കെ, സോ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ലൈഫിൽ നമുക്ക് സക്സസ് ആവാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ സക്സസ് ആവാൻ നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു ക്വാളിറ്റിയിൽ മെയിൻ ക്വാളിറ്റിയാണ് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. സോ എന്താണ് ശരിക്കും സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്? നിങ്ങൾ എന്താണ് സെൽഫ് കോൺഫിഡൻസ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ചിന്തിച്ച് വെച്ചിരിക്കുന്ന കാര്യം എന്താണ്? ഒന്ന് പറഞ്ഞേ. ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞു നോക്കട്ടെ. സെൽഫ് കോൺഫിഡൻസ് പറയുമ്പോൾ നമുക്ക് ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ എന്താണോ പറയാൻ പോകുന്നത് അതിനെ കുറിച്ചുള്ള ഒരു അറിവ്, ഓക്കെ, ആ ഒരു അതിനെ കാര്യത്തെ കുറിച്ചുള്ള ഒരറിവ്. കുറിച്ച് ഓക്കെ ഓക്കെ, നമുക്ക് എന്താണ് പറയാൻ പോകുന്നത് അതിനെ കുറിച്ചുള്ള ഒരു നോളജ് അല്ലേ? ഓക്കെ, അടുത്ത ആള് പറഞ്ഞേ.
നിങ്ങൾ ഓരോരുത്തർ എന്താണ് സെൽഫ് കോൺഫിഡൻസ് ഉള്ളത് വെച്ചിട്ട് ചിന്തിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് പറഞ്ഞാൽ മതി. ഞാനിങ്ങനെ നമുക്ക് നമ്മൾ പറഞ്ഞോ റാഹിബ് പറഞ്ഞോ. നമുക്ക് നമ്മളെ കഴിവുകളിൽ ഒരു വിശ്വാസം ഉണ്ടാവല്ലോ, ട്രസ്റ്റ് നമുക്ക് നമ്മളിലും. ഉം. നമുക്ക് നമ്മുടെ കഴിവിലുള്ള ഒരു വിശ്വാസം. ഓക്കെ, ദെൻ അടുത്ത ആള് പറഞ്ഞേ. നിങ്ങൾ ഓരോരുത്തർ എന്താണ് ഇതിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. സോ എനിക്ക് അതിനെ ബേസ് ചെയ്തിട്ട് എനിക്ക് സെഷൻസ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. ഓക്കെ, സോ അടുത്ത ആള് പറഞ്ഞ നിങ്ങൾ എന്താണ് സെൽഫ്. ഒരാൾ പറഞ്ഞു ഇവിടെ നമ്മൾക്ക് നമ്മുടെ ഉള്ളിലുള്ള ഒരു നോളജ് ആണ്. രണ്ടാമത്തെ ആള് പറഞ്ഞു നമ്മുടെ സ്കിൽസ് ആണ്, നമ്മുടെ അറിവാണ്, ലൈക്ക് നമുക്ക് ഉള്ളിലുള്ള നമ്മുടെ സ്കിൽസ് ആണ്. അടുത്ത വേറെ എന്താണ്? ഹായ്, ഗുഡ് മോർണിംഗ്. ഹായ്, ഗുഡ് മോർണിംഗ്. സ്വന്തം കഴിവില് അറിവില് രണ്ട് കാര്യങ്ങളിൽ നമുക്കുള്ള ആത്മവിശ്വാസം, അതിന് നമുക്ക് അങ്ങനെ പറയാൻ കഴിയും. സ്വന്തം കഴിവിലും നമ്മുടെ നോളജിലും നമുക്ക് ഉണ്ടായിരിക്കുന്ന വിശ്വാസം. വിശ്വാസം. ഓക്കെ, സോ ഓക്കെ, ദെൻ അടുത്ത ആള് പറഞ്ഞേ. ഒരാൾ പറഞ്ഞു നമ്മുടെ നോളജിലേക്കുള്ള വിശ്വാസമാണെന്ന്, രണ്ടാമത്തെ ആൾ പറഞ്ഞു നമ്മുടെ സ്കിൽസിലേക്കുള്ളതാണെന്ന്, മൂന്നാമത്തെ ആൾ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നോളജിലും സ്കിൽസിലുള്ള നമ്മുടെ ഒരു വിശ്വാസത്തിനെയാണെന്ന്. ഓക്കെ, ദെൻ വേറെ ആർക്കെങ്കിലും ഇപ്പം പറഞ്ഞതല്ലാതെ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങൾ എന്താണ്, ഞാൻ സെൽഫ് കോൺഫിഡൻസിന്റെ മീനിങ് അല്ലെ ഡെഫിനിഷൻ അല്ല ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ എന്താണ് കോൺഫിഡൻസ്? പറഞ്ഞു. മൈനസ് തോട്ട് വരുമ്പേ പ്രതിസന്ധികളെ ആ, തരണം ചെയ്യാനൊരു ഉണ്ടാവും, നമുക്ക് കോൺഫിഡൻസ് ഉണ്ടായാൽ. നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് വരുമ്പോ അതെ, മാറ്റാനുള്ള കഴിവുണ്ടാവും. മാറ്റാനുള്ള കഴിവിനെയാണ് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ആള് ഉണ്ടാവുമ്പോൾ പറഞ്ഞേ. ആ. നിങ്ങൾ ഞാൻ ഓരോരുത്തരും നിങ്ങൾ എന്താണ് പറഞ്ഞോ. എന്തിനും റെഡി എന്നുള്ളൊരു ആ ഒരു കരേജ്, എങ്ങനെ? അവിടെ പെർഫെക്ഷൻ നോക്കാതെ ഞാൻ എന്തിനും റെഡിയാണ് എന്നുള്ളൊരു മൈൻഡ് സെറ്റ്. പെർഫെക്ഷനിസം നോക്കാതെ ഞാൻ എല്ലാ കാര്യത്തിലും റെഡിയാണ് എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് അല്ലേ? ഓക്കെ, സോ അതെ, ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പം ബേസിക്കലി ഒരുപാട് ആൾക്കാർ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നോളജ്, സ്കിൽസ്, നെഗറ്റീവ് ആയിട്ടുള്ള ഒരു തോട്ട്സ് വരുന്ന സമയത്ത് പോസിറ്റീവിലേക്ക് മാറാനുള്ള അല്ലെ മാറ്റാനുള്ള ഒരു മൈൻഡ് സെറ്റ്, അല്ലെങ്കിൽ ഞാൻ എന്തിനും റെഡിയാണ് എന്നുള്ള രീതിയിലുള്ള ഒരു മൈൻഡ് സെറ്റ്, ഇതൊക്കെയാണ്. സോ നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിൽസ്, നോളജ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുണ്ടോ? ആവശ്യമുണ്ടോ? സാറ്, ഈ സ്കില്ല് നോളജ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവില്ല. ഉണ്ടാവില്ല എന്നല്ല. ഓക്കെ, സ്കിൽസ്, നോളജ് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവില്ല. ഇത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ ഈ സെഷനിൽ? ഈ പറഞ്ഞ പോയിന്റ്സ്, എനിക്കൊരു സ്കിൽസും നോളജും ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഇവര്? ഇതാണ് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്ന എത്ര പേരുണ്ട്? എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി ആൾക്കാരും വിചാരിക്കുന്നത് അങ്ങനെയാണ്. റൈറ്റ്? എനിക്കൊരു സ്കിൽസ് ഉണ്ടാവുമ്പം അല്ലെ എനിക്കൊരു നോളജ്, എനിക്കൊരു കാര്യത്തിനോട് നോളജ് ഉണ്ടാവുമ്പം കിട്ടുന്ന ഒരു കൈൻഡ് ഓഫ് സാധനമാണ് സെൽഫ് കോൺഫിഡൻസ് എന്ന് വിചാരിക്കുന്ന അല്ലെ എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഒന്ന് കമന്റ് ചെയ്തേ. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 90% ആൾക്കാരും അതാണ് വിശ്വസിക്കുന്നത്. സോ സാർ, ബാക്കിയുള്ള ആൾക്കാരോട് അതില്ലാതെ സാർ, ആ രണ്ട് കാര്യം ഇല്ലാതെ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടായിട്ട് കാര്യമില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. നമ്മളതിലേക്ക് രണ്ട് കാര്യം ഇല്ലാന്നുണ്ടെങ്കിൽ കോൺഫിഡൻസ് കിട്ടില്ല എന്നാണ് അല്ലേ? അല്ല, അങ്ങനെയല്ല. നമുക്ക് കോൺഫിഡൻസ് ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. നമുക്കൊരു ഊതി വീർപ്പിച്ച ബലൂൺ പോലുള്ള ഒരു കോൺഫിഡൻസ് കൊണ്ട് കാര്യമില്ല. നമുക്ക് കോൺഫിഡൻസ് വേണം. ആ കോൺഫിഡൻസ് റിയൽ ആയിരിക്കണം, ജെന്യൂൻ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ കാര്യങ്ങൾ വേണം, അതിന്റെ ബാക്കപ്പിൽ വേണം. അറിവുള്ളവന് ആത്മവിശ്വാസം ഉണ്ടാവും. ആ ഒരു കൺസെപ്റ്റിലാണ് ചിന്തിച്ചത്. അതാണ് എൻ്റെ മൈൻഡിലെ തോട്ട്. ഓക്കെ, നമുക്ക് കോൺഫിഡൻസ് ഉണ്ടായിട്ട് പോലും നമുക്ക് ആ ഒരു നോളജും നമുക്ക് ആ ഒരു സ്കിൽസും നമുക്ക് ഉണ്ടായിരിക്കണം അല്ലേ? അതില്ലെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് മീനിങ്ലെസ് ആയിരിക്കും. കോൺഫിഡൻസ് മാത്രമായി കോൺഫിഡൻസ് മാത്രമായി പോകും. ഞാൻ ഒരാളെ സാറിന്റെ പോലുള്ള ഒരാളെ എടുത്ത് പൊക്കാം എന്നൊരു കോൺഫിഡൻസ് ഉണ്ട് വിചാരിക്കുക. പക്ഷെ എനിക്കെല്ലാം ആരോഗ്യമില്ല, എനിക്കെല്ലാം മനസ്സില്ല. എന്താ കോൺഫിഡൻസ് ഉണ്ടായിട്ട് കഴിഞ്ഞില്ല. നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയണം. ഞാൻ ആ അർത്ഥത്തിലാണ് ഞാൻ കാണുന്നത്. അങ്ങനെ ഒരു പെട്ടെന്ന് തോന്നിയ എക്സാമ്പിൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ സാർ.
ഓക്കെ ഓക്കെ ഓക്കെ, നമുക്കത് ചെയ്യാനുള്ള ആ ഒരു നോളജും ആ ഒരു സ്കിൽസും അല്ലെ ഒരു ആറ്റിറ്റ്യൂഡും നമുക്ക് ഉണ്ടായിരിക്കണം അല്ലെ? അതിന് വേണ്ട ചേരുവകൾ എന്താണ്, അതിന് വേണ്ട ഒരു മിക്സർ എന്താണോ അത് വേണം. അതില്ലാതെ നമ്മൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് നമ്മൾ സ്വയം ഇമാജിൻ ചെയ്ത് കോൺഫിഡൻസ് ഉണ്ട്, നമ്മളങ്ങനെ വെറുതെ ഒരു ബൂസ്റ്റപ്പ് ചെയ്തൊരു കോൺഫിഡൻസ് കൊണ്ട് കാര്യമില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ആ ഒരു എൻ്റെ തോട്ട് അതാണ്. ഓക്കെ 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 ഓക്കെ, ഐ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, സോ ഞാൻ ഇത് ചോദിക്കാനുള്ള റീസൺ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ മുന്നിൽ ഇരിക്കുന്ന ഓഡിയൻസ് ഏത് ലെവലിലാണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സെൽഫ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റിനോട് നിങ്ങളുടെ അപ്രോച്ച് എങ്ങനെയാണെന്നുള്ളത് എനിക്കൊരു ക്ലാരിറ്റി കിട്ടണം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്താണ് സെൽഫ് കോൺഫിഡൻസ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമ്മൾ ഇന്നിവിടെ പറഞ്ഞു തരും. അതുപോലെ തന്നെ എങ്ങനെയാണ് സെൽഫ് കോൺഫിഡൻസ്, ഓരോരുത്തർക്കും എന്തുകൊണ്ടാണ് കോൺഫിഡൻസ് ഇല്ലാത്തത്, എങ്ങനെയാണ് കോൺഫിഡൻസ് അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് ഇവിടെ ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു സെഷനിൽ ഞാൻ സെൽഫ് കോൺഫിഡന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് എന്ന് പറയുന്ന എത്ര പേരുണ്ട് ഇവിടെ? ഒന്ന് കമന്റ് ചെയ്തേ. എന്റെ ലൈഫിൽ ഞാൻ കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്ന് പറയുന്ന എത്ര പേരുണ്ട് ഇവിടെ? രണ്ടാളേ ഉള്ളൂ. ബാക്കിയുള്ള ആൾക്കാർ കമന്റ് ചെയ്യാൻ മടിയായിട്ടാണോ അതോ കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണോ? ഓക്കെ, സോ ലൈഫിൽ കോൺഫിഡൻസ് അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസ് എനിക്ക് ഉണ്ടാവണം, എനിക്കത് വേണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? ഒന്ന് കമന്റ് ചെയ്ത് എല്ലാവരും. എന്റെ ലൈഫിൽ എനിക്ക് സെൽഫ് കോൺഫിഡൻസ് ആവശ്യമാണ്, എനിക്കിപ്പോൾ അത് നീഡാണ്, ഞാനത് ഇല്ലാത്തത് കൊണ്ട് പല സാഹചര്യത്തിലും പല സിറ്റുവേഷനിലും ഞാൻ ബാക്കിലേക്ക് നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. സോ എനിക്കത് ഇംപ്രൂവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? കമന്റ് ചെയ്ത് നിങ്ങൾ എല്ലാ ആൾക്കാരും മാക്സിമം കമന്റ് ചെയ്യാം. ഭയമില്ലാത്ത അവസ്ഥയാണ് കോൺഫിഡൻസ്. ഓക്കെ, വെരി ഗുഡ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ പലരും ഇപ്പം പറഞ്ഞിട്ടുണ്ട് സ്കിൽസ് ഉണ്ടാകുമ്പോൾ, നോളജ് ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് അതിന് ചെയ്യാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുമ്പോൾ, അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഭയമില്ലാത്ത ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ നമുക്കൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്നും പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മുടെ മൈൻഡ് സെറ്റ് കൺവേർട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് കോൺഫിഡൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ശരിക്കും എനിക്ക് എല്ലാറ്റിലും കഴിവുണ്ട്, എന്ത് നേടിയെടുക്കാൻ എന്നുള്ള വിശ്വാസം നമുക്ക് തന്നെയുള്ള, എനിക്ക് എല്ലാറ്റിലും കഴിവുണ്ട്, എനിക്ക് എന്ത് നേടിയെടുക്കും എന്നുള്ള വിശ്വാസം. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെൽഫ് കോൺഫിഡൻസ് വളരെ സിമ്പിൾ ആയിട്ട് ബേസിക് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ട്രസ്റ്റിംഗ് യുവർ ഓൺ എബിലിറ്റീസ് എന്നുള്ളതാണ്. ക്ലിയർ ആണോ? അത്രയും വളരെ സിമ്പിൾ ആയിട്ട് വളരെ ക്ലാരിറ്റിയോടുകൂടി ബേസിക് ആയിട്ട് സെൽഫ് കോൺഫിഡൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഡെഫിനേഷൻ എന്ന് പറയുന്നത് ട്രസ്റ്റിംഗ് യുവർ ഓൺ എബിലിറ്റീസ്. നിങ്ങൾക്ക് അവിടെ സ്കിൽസ് ഉണ്ടാവണമെന്നോ, നിങ്ങൾക്ക് അവിടെ നോളജ് ഉണ്ടാവണമെന്നോ, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡോ നിങ്ങളുടെ മൈൻഡ് സെറ്റോ ഒന്നും ഇവിടെ നിങ്ങൾക്ക് വാലിഡേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല. നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് എന്താണോ ഉള്ളത്, നിങ്ങളുടെ വാല്യൂസ് എന്താണോ, നിങ്ങളുടെ സ്കിൽസ്, ഇതുവരെയുള്ള നിങ്ങളുടെ സ്കിൽസ് എന്താണോ, നിങ്ങളുടെ നോളജ് എന്താണോ, നിങ്ങളുടെ ക്വാളിറ്റീസ് എന്താണോ, അതിൽ നിങ്ങൾ തന്നെ നിങ്ങളോട് കൊടുക്കുന്ന ഒരു ട്രസ്റ്റ് ആണ്, ഒരു വിശ്വാസമാണ് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇതാണ് വളരെ സിമ്പിൾ ആയിട്ട് സെൽഫ് കോൺഫിഡൻസ് എന്നുള്ള നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് അവിടെ കൂടുതലായിട്ടുള്ള സ്കിൽസോ കൂടുതലായിട്ടുള്ള നോളജോ കൂടുതലായിട്ടുള്ള ഒരു കാര്യം ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചിലപ്പോൾ വേണമെന്നേ ഇല്ല. എന്നാൽ പോലും എനിക്കിപ്പോൾ ഒരു നല്ല രീതിയിലുള്ള നോളജോ സ്കിൽസോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ പോലും എനിക്ക് എന്നിലൊരു വിശ്വാസമുണ്ട്, എന്നെ കൊണ്ടത് ചെയ്യാൻ പറ്റും. ഞാനത് ചെയ്തിട്ട് തെറ്റിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ നല്ല നോളജ് ഇല്ല, ഓക്കെ, എനിക്ക് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാനുള്ള നോളജ് ഇല്ല, എന്നാൽ പോലും ഞാൻ ഇവിടെ വന്നിട്ട് സംസാരിക്കും, എനിക്ക് എന്നിൽ വിശ്വാസമുണ്ട്. ഞാനിവിടെ സംസാരിച്ചിട്ട് എന്തെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആരെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് എനിക്കത് ഉത്തരം പറയാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും എനിക്കത് പ്രശ്നമില്ല, എനിക്കത് ഫേസ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെയുള്ള ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് എന്നോട് തന്നെയുള്ള ഒരു സെൽഫ് ബിലീഫാണ് അല്ലെങ്കിൽ ഒരു സെൽഫ് ട്രസ്റ്റ് ആണ് കോൺഫിഡൻസ് അല്ലെ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ക്ലിയർ? ക്ലിയർ ആണോ? സർ യെസ്. ഓക്കെ, നമുക്ക് വളരെ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ബിലീവിംഗ് ദാറ്റ് വാട്ട് എവർ ഹാപ്പൻസ് ഐ ക്യാൻ ഹാൻഡിൽ ഇറ്റ്. എന്റെ മുന്നിൽ നിൽക്കുന്നത് അല്ല, എന്റെ മുന്നിൽ ഞാൻ ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന സമയത്ത് എന്ത് തന്നെ സംഭവിച്ചാലും ഞാനത് ഹാൻഡിൽ ചെയ്യും. ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്.
നമ്മൾ പലരും സെൽഫ് കോൺഫിഡൻസ് എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു അപ്രോച്ചേ തന്നെ വേറെ രീതിയിലാണ്. അതുകൊണ്ടാണ് നമുക്ക് എന്തുകൊണ്ടാണ് സെൽഫ് കോൺഫിഡൻസ് ഇല്ലത്, എങ്ങനെയാണ് എന്ന് അറിയാത്തത്. ചിന്തിക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്കിൽസ് ഉണ്ടാവണം. ഞാൻ എൻ്റെ ഒരു പ്രൈം ടൈമിൽ ഞാൻ ഇത് തന്നെയായിരുന്നു ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാട് സ്കിൽസ് ഉണ്ടായിരിക്കണം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. അതൊന്നും സെൽഫ് കോൺഫിഡൻസിന്റെ ഭാഗമല്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. നമുക്ക് നല്ല സ്കിൽസ് ഉണ്ടായിരിക്കണം. നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നല്ല സ്കിൽസ് ഉണ്ടായിരിക്കണം, നല്ല നോളജ് ഉണ്ടായിരിക്കണം, എന്തും കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കണം. ഇതൊക്കെ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും അപ്ഗ്രേഡ് ചെയ്യാനും ഇംപ്രൂവ് ചെയ്യാനും നമ്മുടെ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. സോ സെൽഫ് കോൺഫിഡൻസ് എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് എന്നോടുള്ള ഒരു വിശ്വാസം. ഏത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഞാനത് ചെയ്യും. അത് ചെയ്തിട്ട് എനിക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നം പറ്റാന്നുണ്ടെന്നുണ്ടെങ്കിലും എനിക്ക് ആ നോളജ് ഇല്ലാത്തത് കൊണ്ട് തന്നെ, എനിക്ക് ആ ഒരു സ്കിൽസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ, ഫോർ എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ ഒരു സ്വിമ്മിങ്ങിന്റെ ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ സ്വിമ്മിങ്ങിന്റെ ഒരു കാര്യങ്ങളോ എന്തെങ്കിലും വന്നു വിചാരിച്ചോ. സോ എനിക്ക് ചിലപ്പോൾ സ്വിമ്മിങ് അറിയില്ല, എനിക്ക് നീന്താൻ അറിയാത്തൊരു വ്യക്തിയാണ്, എനിക്ക് ആ ഒരു സ്കിൽസ് ഇല്ല. എന്നാൽ പോലും എനിക്ക് എൻ്റെ ഉള്ളിലൊരു വിശ്വാസമുണ്ട്, ചെയ്ത് നോക്കാം, എന്നെ കൊണ്ട് ചിലപ്പം പറ്റും. ഞാനത് ചെയ്തിട്ട് എനിക്ക് പറ്റിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും ഞാനതൊരു ലേണിംഗ് ആയിട്ട്, ഒരു എക്സ്പീരിയൻസ് ആയിട്ട് മാത്രം ഞാൻ കാണും. സോ ഞാനത് ചെയ്യും. വാട്ട് എവർ ഇറ്റ് ഹാപ്പൻസ് ഐ ക്യാൻ ഡു ഇറ്റ് എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിൽ ഞാൻ അവിടെ പോയിട്ട് ഞാനത് ചെയ്യുന്നിട്ടുണ്ടെങ്കിൽ, അല്ല ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എന്നോടുള്ള ഒരു സെൽഫ് കോൺഫിഡൻസ് ആണത്. ക്ലിയർ? എനിക്ക് ആ ഒരു സ്കിൽസ് ഇല്ലെങ്കിൽ പോലും, എനിക്ക് ആ ഒരു നോളജ് ഇല്ലെങ്കിൽ പോലും എൻ്റെ ഉള്ള കഴിവിൽ, ഉള്ള നോളജിലുള്ള എന്നോടുള്ള എനിക്കുള്ള വിശ്വാസത്തിനെയാണ് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണോ? സോ നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ആയിട്ടുള്ള ഒരു വ്യക്തി ആവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ പോലെ നമുക്ക് ഒരുപാട് സ്കിൽസ് വേണമെന്നില്ല, ഒരുപാട് നോളജ് വേണമെന്നില്ല, നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈൽ ഭയങ്കര അടിപൊളിയാവണമെന്നില്ല, നമ്മുടെ കയ്യിൽ ഒരു ഐഫോൺ ഉണ്ടാവണം. അല്ലെ, പലരും ചിന്തിക്കുന്ന കാര്യമാണ് അല്ലെ, ഒരു മീറ്റിംഗിൽ പോകുന്ന സമയത്ത് ബാക്കിയുള്ള ആൾക്കാരുടെ കയ്യിലൊക്കെ ഐഫോൺസ് ഉണ്ടാവും, മാക്ബുക്ക് ഉണ്ടാവും, പാഡും ഐപാഡ് ഉണ്ടാവും. നമ്മുടെ കയ്യിൽ നോർമൽ ഫോൺ ആണെന്നുണ്ടെങ്കിൽ അവിടെ സെൽഫ് കോൺഫിഡൻസ് കുറയുന്ന സിറ്റുവേഷൻ, അല്ല നമ്മുടെ ഡ്രസ്സിങ്ങിനെ അവർ കമ്പയർ ചെയ്തിട്ട് അവർ ജഡ്ജ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് കോൺഫിഡൻസ് കുറയുന്ന സിറ്റുവേഷൻ, ഇതൊക്കെ അതിന്റെ ഒരു ഭാഗമാണ്. ഇതൊക്കെ അതിന്റെ ഒരു നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇവിടെ എന്നാൽ പോലും എനിക്കൊന്നും ഇല്ലെങ്കിൽ പോലും, പൊട്ടി പാളീസായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും, എനിക്ക് എൻ്റെ ഒരു ലൈഫിൽ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് എനിക്കുണ്ട്. എനിക്ക് എൻ്റെ സെൽഫിൽ വിശ്വാസമാണ്, എന്നെ കൊണ്ട് അത് പറ്റും, എന്നെ കൊണ്ട് എന്തും ചെയ്യാൻ പറ്റും, എന്നെ കൊണ്ട് എന്ത് കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അത് ചെയ്തിട്ട് എന്തെങ്കിലും തെറ്റ് പറ്റാന്നുണ്ടെന്നുണ്ടെങ്കിലും, അവിടെ ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയെന്നുണ്ടെന്നുണ്ടെങ്കിലും അത് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ്, അതാണ് സെൽഫ് കോൺഫിഡൻസ്. ക്ലിയർ അല്ലേ? സോ നിങ്ങൾ കൂടുതലായിട്ട് ഒന്നും ചിന്തിക്കേണ്ട, കൂടുതലായിട്ട് ഒന്നും വെറീഡ് ആവണ്ട. ജസ്റ്റ് ഈ ഒരു കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഉള്ളിലേക്ക് കൊടുത്താൽ മതി. അപ്പൊ നിങ്ങൾ ഇവിടെ സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? എന്താണ് ചെയ്യേണ്ടത്? സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുക, നോളജ് ഇംപ്രൂവ് ചെയ്യുക, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതൊക്കെ അതിന്റെ ഒരു ഫാക്ടേഴ്സ് ആണ് അല്ലെ. അതൊക്കെ ഞാനിപ്പോ ഇവിടുന്ന് പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാകാൻ പറ്റുന്ന ഒരു സാധനമല്ല. അത് ഓരോരുത്തരും പ്രാക്ടീസ് ചെയ്ത് 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 ഒരു സ്കിൽസ് ആണെന്നുണ്ടെങ്കിൽ, നീന്തൽ അറിയാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നീന്തൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ അയാളായിട്ട് ഡെയിലി പ്രാക്ടീസ് ചെയ്തിട്ട് പഠിക്കണം. അത് പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഞാനത് ചെയ്യും എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് ആണ് അവരുടെ സെൽഫ് കോൺഫിഡൻസ്. എന്നെ കൊണ്ടത് പറ്റും, ഞാനത് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കണം നമുക്ക്. ചിലപ്പോൾ ഇത്ര നീന്തൽ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും സ്കിൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു കാര്യമുണ്ട്. നിങ്ങളിപ്പോ പറയുന്ന സ്കിൽസ് ആണ് സെൽഫ് കോൺഫിഡൻസിന്റെ മെയിൻ എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാം പല പാട്ട് പാടാൻ കഴിവുള്ള ആൾക്കാരും ഇപ്പോഴും അധിക സ്റ്റേജിലും കയറാതെ, അല്ലെങ്കിൽ അധിക സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ നിന്ന് പാടാൻ കോൺഫിഡൻസ് ഇല്ലാത്തതിന്റെ റീസണിൽ ഉള്ള കാരണത്ത് കൊണ്ട് അവരിപ്പോഴും നോർമൽ ആയിട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ ഒരുപാട് ആൾക്കാർ ട്രെൻഡിങ്ങിലുള്ള ഈ ഹനാൻസി ആയിക്കോട്ടെ, ഒരുപാട് ആൾക്കാർ ഇപ്പൊ പാട്ട് പാടാൻ കഴിവുള്ള ആൾക്കാർ ഇപ്പം ലൈക്ക് ആ ഒരു ലെവലിൽ നിൽക്കുമ്പോൾ പോലും അവരെക്കാൾ പാട്ട് പാടാൻ കഴിവുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റിലും ഉണ്ടാവും അല്ലേ. ബട്ട് അവരെന്തുകൊണ്ടാണ് ഈ ഒരു ലെവലിലേക്ക് എത്താതിന്റെ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള സ്കിൽസിൽ അത്രയും സ്കിൽസ് ഉണ്ടായിട്ട് പോലും ആ ഒരു സ്കിൽസിൽ അവർക്ക് വിശ്വാസം ഇല്ല എന്നുള്ളതാണ് റീസൺ. സോ സ്കിൽസോ നോളജോ അല്ല നമ്മളിവിടെ പ്രയോറിറ്റി കൊടുക്കുന്നത്. നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്താണോ എനിക്കുള്ളത്, എൻ്റെ വാല്യൂസ് എന്താണോ, എൻ്റെ ക്വാളിറ്റീസ് എന്താണോ, എനിക്കുള്ള സ്കിൽസ് എന്താണ്, എനിക്കുള്ള നോളജ് എന്താണ്, അതിൽ എനിക്ക് എന്നോട് തന്നെയുള്ള ഒരു വിശ്വാസമാണ് എൻ്റെ സെൽഫ് കോൺഫിഡൻസ്. നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണ്. ഈ കാര്യങ്ങൾ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള പറയുന്ന കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. ക്ലിയർ? ക്ലിയർ ആണെങ്കിൽ എല്ലാവരും CLR എന്ന് കമന്റ് ചെയ്തേ. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും CLR എന്ന് കമന്റ് ചെയ്തേ.
നമുക്കിത് എങ്ങനെയാണ് ഈ ഒരു സെൽഫ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് നമ്മുടെ ഉള്ളിൽ പ്രോഗ്രാം ചെയ്യപ്പെടുന്നത്? എന്തുകൊണ്ടാണ് പല ആൾക്കാർക്കും ഒരു രണ്ടാളെ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും, കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യാനും ഒരു കാര്യങ്ങളോട് അപ്രോച്ച് ചെയ്യാനും വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഒരു കോൺഫിഡൻസ് തീരെ ഉണ്ടാവില്ല, എല്ലാ കാര്യത്തിനോടും ഭയങ്കര പേടിയായിരിക്കും, ഭയങ്കര മടിയായിരിക്കും. എന്തുകൊണ്ടാണ് സെയിം സിറ്റുവേഷനിൽ വളർന്നു വരുന്ന രണ്ടാൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് കുറച്ച് ആൾക്കാർക്ക് കോൺഫിഡൻസ് ഇല്ലാത്തതിന്റെ റീസൺസ്? സോ ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം, ഇതിന്റെ റീസൺസ് എന്തുകൊണ്ടാന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് റീസൺസ് പറയുന്നത് നമ്മൾ ഇതിന് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിന്റെ സെഷൻസ് ഞാൻ എടുത്ത സമയത്ത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്, കോൺഫിഡൻസിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ആണ്. പറഞ്ഞു ഓർമ്മയുണ്ടോ? നമ്മുടെ ചൈൽഡ്ഹുഡിൽ നിന്ന് നമ്മൾ പ്രോഗ്രാം ചെയ്യപ്പെടുന്ന നെഗറ്റീവ് ആയിട്ടുള്ള തിങ്കിങ് പാറ്റേൺസ് ആണ് നമ്മുടെ കോൺഫിഡൻസിനെ ബാധിക്കാനുള്ള ഒന്നാമത്തെ മെയിൻ റീസൺസ്. നമ്മൾ 0 to 8 വയസ്സ് വരെ നമ്മുടെ ഉള്ളിൽ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് മറ്റുള്ള പാരന്റ്സിന്റെ ഭാഗത്തു നിന്നായിക്കോട്ടെ മറ്റുള്ളവരിൽ നിന്നായിക്കോട്ടെ കിട്ടുന്ന കാര്യങ്ങൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ സ്റ്റോർ ചെയ്യുകയും പിന്നീടുള്ള നമ്മുടെ ആക്ഷൻസിനെയും ഡിസിഷൻസിനെയും ഇത് ഓട്ടോമാറ്റിക്കലി ഇമ്പാക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു മകനെ അല്ലെങ്കിൽ ഒരു മകളെ സംബന്ധിച്ചിടത്തോളം എന്ത് കാര്യം ചെയ്യുമ്പോഴും അവരുടെ അച്ഛനായിക്കോട്ടെ അമ്മ ആയിക്കോട്ടെ കുറ്റപ്പെടുത്താണ്, നിന്നെ കൊണ്ടത് ചെയ്യാൻ പറ്റില്ല, നീ എന്തിനാ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, നിന്നെ കൊണ്ട് പറ്റുന്ന കാര്യമാണോ അത്? എന്തൊരു കാര്യം മക്കൾ ഇനീഷ്യേറ്റീവ് എടുക്കുന്ന സമയത്ത് ചെറിയ പ്രായത്തിൽ ഒരു 0 to 8 വയസ്സായിക്കോട്ടെ അല്ലെങ്കിൽ 8 to 13 വയസ്സായിക്കോട്ടെ, ഈ ഒരു വയസ്സെന്നുള്ള രീതിയിൽ ഈ ഒരു കാലഘട്ടത്തിൽ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് കൂടുതൽ ആക്ടിവേറ്റഡ് ആയിരിക്കും. സോ എന്ത് കാര്യം ഉണ്ടെന്നുണ്ടെങ്കിലും ഡയറക്ട്ലി സബ് കോൺഷ്യസ് മൈൻഡിലേക്കായിരിക്കും പോകുന്നുണ്ടാകാം. അതുകൊണ്ട് തന്നെ ഈ ഒരു പീരീഡ് ഓഫ് ടൈമിൽ അവരുടെ പാരന്റ്സിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന നെഗറ്റീവ് ആയിട്ടുള്ള കമാൻഡ് അവരുടെ ഉള്ളിൽ ഡയറക്ട്ലി സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് സ്റ്റോർ ആവുകയാണ്. ഒരു കാര്യം ചെയ്യുന്ന സമയത്ത്, ഒരു സൈക്കിൾ ഓടിക്കാൻ ഇനീഷ്യേറ്റീവ് എടുക്കുന്ന സമയത്ത് പോലും നീ അത് ചെയ്യണ്ട, നിന്നെ കൊണ്ടത് പറ്റില്ല, നീ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഴും, അല്ല നീ അത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിനക്കത് പഠിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കമാൻഡ് ആയിരിക്കും പല പാരന്റ്സും കൊടുക്കുന്നുണ്ടാകും. നിന്നെ കൊണ്ട് അത് പറ്റില്ല, നിന്നെ കൊണ്ട് ഇത്രയും വലിയ കാര്യങ്ങളൊന്നും പഠിച്ചു തീർക്കാൻ പറ്റില്ല, അല്ല നിന്നെ കൊണ്ട് സ്റ്റേജിലേക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന സമയത്ത് നിന്നെ കൊണ്ട് പറ്റുന്ന കാര്യമാണോ, നീ ശരിക്കും അത് ചെയ്തിട്ടുണ്ടോ എന്നുള്ള രീതിയിലുള്ള സെൽഫ് ഡൗട്ട് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മളോട് ചോദിക്കുന്നത് വഴി അത് നമ്മുടെ കോൺഫിഡൻസിനെ നല്ല രീതിയിൽ ഇമ്പാക്ട് ചെയ്യും. ഫ്യൂച്ചറിൽ നമ്മൾ തന്നെ നമ്മളോടൊരു വിശ്വാസം ഉണ്ടായിരിക്കും, എന്നെ കൊണ്ട് അത് പറ്റില്ലേ, എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ലേ, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ലേ, എന്നോട് മുമ്പ് എന്റെ പാരന്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്നെ കൊണ്ട് അത് പറ്റില്ല എന്നുള്ളത്. സോ ഇത് നമ്മുടെ കോൺഫിഡൻസിനെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ടാവും. ഇത് ഓൾറെഡി നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ്ലി നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് ബിലീവ് ചെയ്യുകയും അതൊരു പ്രോഗ്രാമിംഗ് ആയി മാറുകയും ചെയ്യും. ക്ലിയർ ആണോ? ഇതാണ് ഒന്നാമത്തെ മെയിൻ റീസൺ. നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ സെൽഫ് കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തുകൊണ്ടാണ് സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്തത്? ആദ്യം നമ്മൾ അത് പ്രോബ്ലംസ് എന്താന്നുള്ളത് ഡയഗ്നോസിസ് ചെയ്യണം, എന്നിട്ടാണ് നമ്മൾ അതിന്റെ മരുന്ന് കഴിക്കാൻ പാടുള്ളൂ. ശരിയല്ലേ? ചിലപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ഇപ്പൊ രണ്ട് സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്ത വ്യക്തികൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് സെൽഫ് കോൺഫിഡൻസ്, ഒരാൾക്ക് ആത്മവിശ്വാസം ഇല്ലാത്തതിന്റെ റീസൺസ് ആയിരിക്കില്ല മറ്റേ വ്യക്തിക്ക് റീസൺസ് എന്ന് പറയുന്നത്. രണ്ടാൾക്കും രണ്ട് റീസൺസ് ആയിരിക്കും. ബിക്കോസ് രണ്ടുപേരും വളർന്നു വന്ന സാഹചര്യവും അവരുടെ പാരന്റ്സും അവരുടെ സിറ്റുവേഷൻസും ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ എൻ്റർലി ഡിഫറെന്റ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങളിപ്പോ ഓരോ 10-39 പേര് ഈ ഒരു എന്റെ മുന്നിൽ ഇപ്പൊ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ 39 പേർക്കും ഈ ആത്മവിശ്വാസം ഇല്ലാത്തതിന്റെ റീസൺസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. അതുകൊണ്ട് എന്താണ് അതിന്റെ റീസൺസ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് എങ്ങനെ സോൾവ് ചെയ്യാം, എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യാം, എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് പ്രോഗ്രാമിംഗ് ആണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? നമ്മൾ ഏറ്റവും മെയിൻലി ചെയ്യുന്ന ഒരു കാര്യമാണ് എന്താണ്? കമ്പയർ ചെയ്യുക എന്ന് പറയുന്നത്. ശരിയല്ലേ? നമ്മൾ മെയിൻലി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന കൊളീഗ്സ് ആണെന്നുണ്ടെങ്കിലും ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും ഫാമിലി ആണെന്നുണ്ടെങ്കിലും കസിൻസ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ അവരെ കമ്പയർ ചെയ്യും. അവൻക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലോ, എനിക്കത് പറ്റുന്നില്ലല്ലോ, അല്ല അവൻക്ക് ഇങ്ങനെ പാട്ട് പാടാൻ പറ്റുന്നുണ്ടല്ലോ, അവൻക്ക് സെയിം സ്കിൽസ് ആയിരിക്കും, സെയിം നോളജ് ആയിരിക്കും, എന്നാൽ പോലും അവൻ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടാവും, നല്ല രീതിയിൽ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്നുണ്ടാവും, നല്ല രീതിയിൽ ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. സോ എനിക്ക് എന്തുകൊണ്ട് അത് ചെയ്യാൻ പറ്റുന്നില്ല, അവൻ അടിപൊളിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, ഞാനത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ മറ്റുള്ളവരെ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ കോൺഫിഡൻസ് അവിടെ ലോ ആവാണ്. നമ്മുടെ ബ്രെയിനിലേക്ക് കൊടുക്കുന്ന ഒരു ചിന്ത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മറ്റുള്ളവരുടെ അത്ര പോരാ എന്നുള്ള രീതിയിലുള്ള ഒരു കമാൻഡ് ആണ് നമ്മൾ പോലും അറിയാതെ നമ്മുടെ മൈൻഡിലേക്ക് കൊടുക്കുന്നത്. ക്ലിയർ ആണോ? നമ്മൾ പല ആൾക്കാരും ചെയ്യുന്ന കാര്യമല്ലേ കമ്പയറിംഗ് എന്ന് പറയുന്നത്, അല്ലേ? നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് കുറയാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ ഒന്നാണ് കമ്പയറിംഗ് എന്ന് പറയുന്നത്. നിങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാം.
നിങ്ങളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചെയ്യുന്ന ഒരു സെൽഫ് ബ്ലെയിം ആണത്. നിങ്ങളുടെ കോൺഫിഡൻസ് ലോ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ നിങ്ങളുടെ ബ്രെയിനിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് ആണത്. ഞാൻ മറ്റുള്ളവരുടെ അത്ര പോരാ, എനിക്ക് അവരുടെ അത്ര ക്വാളിറ്റി ഇല്ല, എനിക്ക് അവരെ അത്ര ചെയ്യാൻ പറ്റുന്നില്ല, പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മളോട് തന്നെ കൊടുക്കുന്ന ഒരു കമാൻഡ് ആണ് കമ്പയറിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? 2 പോയിന്റ്സ് നമ്മളിപ്പോ പറഞ്ഞു. മൂന്നാമത്തെ പോയിന്റ്സ് ആണ് എന്താണ് നെഗറ്റീവ് ആയിട്ടുള്ള സെൽഫ് ടോക്ക്. അല്ലെ, നമ്മൾ പലരും നമുക്ക് ഉണ്ടാകുന്ന ഒരു മെയിൻ ആയിട്ടുള്ള മിസ്റ്റേക്ക് എന്താണ്? നമ്മൾ നമ്മളോട് തന്നെ നമ്മൾ പോലും അറിഞ്ഞിട്ടും അറിയാതെയും നമ്മൾ കൊടുക്കുന്ന നെഗറ്റീവ് ആയിട്ടുള്ള സെൽഫ് ടോക്ക്. ഞാൻ നിങ്ങളോട് ചോദിക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്ര പേർക്ക് ഉറപ്പുണ്ട് ഡെയിലി അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ചിന്തിക്കുന്ന കാര്യങ്ങൾ ഒരു 80% പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് തോന്നുന്ന എത്ര പേര് ഇതിലുണ്ട്? എന്റെ ഡെയിലി ലൈഫിൽ ഞാൻ ചിന്തിക്കുന്ന, എന്നോട് തന്നെ പറയുന്ന, ഞാൻ അറിയാതെ തന്നെ എന്റെ ഉള്ളിൽ നടക്കുന്ന ഇന്നർ വോയിസ് അല്ലെ, ഇന്നർ ടോക്ക് 80% പോസിറ്റീവ് ആയിട്ടുള്ള ടോക്കാണ്, പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകളാണ് എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഒന്ന് കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. Me. Okay, very good. Then what about others? ഇറ്റ്സ് ഓക്കെ. സോ നമ്മളോട് തന്നെ കൊടുക്കുന്ന നെഗറ്റീവ് ആയിട്ടുള്ള സെൽഫ് ടോക്ക് ഉണ്ട് അല്ലെ. ഒരു കാര്യം ചെയ്യാൻ തോന്നുമ്പോൾ തന്നെ എന്നെ കൊണ്ടത് പറ്റില്ല, എനിക്കത് ചെയ്യാൻ പറ്റില്ല, ഞാനത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം പറ്റുമോ എന്നുള്ള രീതിയിലുള്ള ഒരു സെൽഫ് ഡൗട്ട് നമുക്ക് ഫീൽ ചെയ്യും. എന്നുള്ള രീതിയിലുള്ള ഒരു ലൈക്ക് ഒരു കൺഫ്യൂഷൻസ് നമുക്ക് അവിടെ ഫീൽ ചെയ്യും. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ നമ്മൾ റിപ്പീറ്റഡ്ലി പറയുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ തന്നെ ഈ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് എന്താ അവിടെ സംഭവിക്കുക? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സബ് കോൺഷ്യസ് മൈൻഡ് 2 രീതിയിലുള്ള കാര്യങ്ങളാണ് ഉള്ളിലേക്ക് എടുക്കുക. എന്തൊക്കെയായിരുന്നു? ആർക്കാണ് ഓർമ്മ ഉള്ളത്? നമ്മുടെ ലാസ്റ്റ് സെഷനിൽ, ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു എന്റെ ലാസ്റ്റ് സെഷനിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സബ് കോൺഷ്യസ് മൈൻഡ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് 2 രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മുടെ ഉള്ളിലേക്ക് സ്റ്റോർ ചെയ്യുക, ഡയറക്ട്ലി കണക്ട് ചെയ്യുക. എന്തൊക്കെയായിരുന്നു അത്? അതിൽ ഇമോഷണൽ ആയിട്ടുള്ളതും റിപ്പീറ്റഡ് ആയിട്ടുള്ളതും. വെരി ഗുഡ്, വെരി ഗുഡ്. സോ നമ്മൾ 2 രീതിയിൽ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ടായിരുന്നു. ഹൈലി ഇമോഷൻസ് അല്ലെ, ഇന്റൻസീവ് ആയിട്ടുള്ള ഇമോഷൻസ് ആയിട്ടുള്ള കാര്യങ്ങളും റിപ്പീറ്റഡ് ആയിട്ടുള്ള തോട്ട്സും. ഈ 2 കാര്യങ്ങളാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഡയറക്ട്ലി സ്റ്റോർ ആകുക. അതിലൊന്നാണ് നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള തോട്ട്സ്. നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെ കൊടുക്കുന്ന നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് കൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് അത് സ്റ്റോർ ആവുകയും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് ബിലീവ് ചെയ്യും. നമ്മൾ ഡെയിലി നമ്മൾ ചിന്തിക്കുകയാണ്, എന്നെ കൊണ്ട് അത് പറ്റില്ല, എന്നെ കൊണ്ട് ഇത് പറ്റില്ല, എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല, എന്നെ കൊണ്ട് പ്രസന്റ് ചെയ്യാൻ പറ്റില്ല, എന്നെ കൊണ്ട് ആൾക്കാരെ നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് വിശ്വസിക്കും. പിന്നീട് നമ്മുടെ ആക്ഷൻസിനെയും ഡിസിഷൻസിനെയും ഇത് ഓട്ടോമാറ്റിക്കലി ഇമ്പാക്ട് ചെയ്യും. ക്ലിയർ? സോ നെഗറ്റീവ് ആയിട്ടുള്ള സെൽഫ് ടോക്ക് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ശ്രദ്ധിക്കാം. അടുത്ത റീസൺസ് ആണ് കോൺഫിഡൻസ് ഇല്ലാത്തതിന്റെ, അല്ലെങ്കിൽ ലോ കോൺഫിഡൻസ് ഫീൽ ചെയ്തതിന്റെ റീസൺസ് ആണ് ലാക്ക് ഓഫ് സെൽഫ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. എന്താണ് സെൽഫ് ട്രസ്റ്റ് എന്ന് പറയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, നമ്മൾ നമ്മളോട് തന്നെയുള്ള ഒരു വിശ്വാസം, നമ്മുടെ വാല്യൂസിനോടും നമ്മുടെ ക്വാളിറ്റീസിനോടും നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു വിശ്വാസം. ഈ ഒരു സെൽഫ് ട്രസ്റ്റ് എങ്ങനെയാണ് നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്, നമ്മൾ പലരും പല ടൈമിലും നമ്മൾ നമ്മളോട് തന്നെ കൊടുക്കുന്ന ഒരുപാട് പ്രോമിസസ് ഉണ്ട് അല്ലെ. ഫോർ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഞാൻ നാളെ മോർണിംഗ് 5 മണിക്ക് എഴുന്നേൽക്കും, അല്ലെ ഞാൻ നാളെ മുതൽ ജിമ്മിൽ പോവും, അല്ലെ ഞാൻ നാളെ മുതൽ വർക്ക്ഔട്ട് ചെയ്യും, ഞാൻ നാളെ മുതൽ റീഡിങ് ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മളോട് തന്നെ കൊടുക്കുന്ന ഇതുപോലുള്ള ഒരുപാട് സെൽഫ് പ്രോമിസസ് ഉണ്ട്. സോ ഈ ഒരു പ്രോമിസസ് ഒക്കെ നമ്മൾ ശരിക്കും ഫുൾഫിൽ ചെയ്യാറുണ്ടോ? നമ്മളോട് തന്നെ കൊടുക്കുന്ന പ്രോമിസസ് ഒക്കെ നമ്മൾ ശരിക്കും ഫുൾഫിൽ ചെയ്യാറുണ്ടോ? ഓൾമോസ്റ്റ് 90% അല്ലെങ്കിൽ 99% ആൾക്കാരും ചെയ്യാറില്ല എന്നുള്ളതാണ് അല്ലെ. ചെയ്തിട്ടുണ്ട് 1-2 ദിവസം ചെയ്തിട്ട് പിന്നീട് അത് ബ്രേക്ക് ചെയ്യും. നാളെ മോർണിംഗ് 5 മണിക്ക് എഴുന്നേൽക്കെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ എഴുന്നേറ്റിട്ടുണ്ടാവില്ല. നമ്മളോട് തന്നെ ചിലപ്പം ആ ഒരു സിറ്റുവേഷനിൽ കൊടുക്കുന്ന, ആ ഒരു മോട്ടിവേറ്റഡ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിൽ നമ്മൾ ജസ്റ്റ് നമ്മളോട് കൊടുക്കുന്ന ഒരു കമാൻഡ് ആയിരിക്കാം. ബട്ട് ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ്ലി ഇങ്ങനെയുള്ള കമാൻഡ് നമ്മുടെ ബ്രെയിനിലേക്ക് വരികയും നമ്മൾ ആ ഒരു കാര്യം നമ്മൾ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് വഴി നമുക്ക് നമ്മളോട് തന്നെയുള്ള ആ ഒരു ട്രസ്റ്റ് ബ്രെയിനിൽ നിന്ന് ഇല്ലാതാവുകയാണ്. ക്ലിയർ? ഒരു കാര്യം ഞാൻ ചെയ്യും എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യാതിരിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൽ നമ്മൾ കൊടുക്കുന്ന നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കമാൻഡ് ആണ്. ഞാൻ എന്നോട് തന്നെയുള്ള ഒരു സെൽഫ് ട്രസ്റ്റ് അവിടെ ബ്രേക്ക് ചെയ്യുന്നതാണ്. സോ നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കൊരു സെൽഫ് ട്രസ്റ്റ് ഉണ്ടായിരിക്കണം. ക്ലിയർ? ലാക്ക് ഓഫ് ട്രസ്റ്റ് ആണ് നമ്മുടെ നെക്സ്റ്റ് പോയിന്റ്. അടുത്ത പറഞ്ഞ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിയർ ഓഫ് ഫെയിലിയർ എന്നുള്ളതാണ്.
നമുക്ക് എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് ഭയങ്കര പേടിയായിരിക്കും, നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കൊരു സ്കിൽസ് ഇല്ല എന്ന് വിചാരിച്ചു. എനിക്കൊരു സ്റ്റേജിൽ കയറിയിട്ട് പ്രസന്റ് ചെയ്യാനുള്ള സ്കിൽസ് ഒന്നും എനിക്കില്ല, ബട്ട് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. അല്ല, എനിക്കത് സ്റ്റേജിൽ കയറി സംസാരിക്കാനുള്ള ഒരു ധൈര്യം, ഞാനത് ചെയ്ത് നോക്കാം, തെറ്റിപ്പോയിട്ടുണ്ടെങ്കിലും പ്രശ്നമില്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ കോൺഫിഡന്റ് ആയിരിക്കും, സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവും. മറിച്ച് ഞാനിപ്പോ ഒരു സ്റ്റേജിൽ കയറി സംസാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയുമ്പോൾ എന്റെ വാക്കുകൾ തെറ്റിപ്പോവോ, എനിക്ക് നോളജ് ഇല്ലാത്തത് കൊണ്ട് തന്നെ മറ്റുള്ളവർ എന്നെ കളിയാക്കുവോ, എന്നെ കുറ്റപ്പെടുത്തുവോ, എന്നെ ജഡ്ജ് ചെയ്യോ എന്നുള്ള രീതിയിൽ നമ്മൾ പ്രീ ജഡ്ജ് ചെയ്യുന്നത്, നമ്മളൊരു ഫെയിലിയറിനെ പ്രീ ജഡ്ജ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഫിയർ ഓഫ് ഫെയിലിയർ എന്ന് പറയുന്നത്, അല്ലെ? നമ്മുടെ പല സിറ്റുവേഷനിലും നമുക്ക് കോൺഫിഡൻസ് കുറയുന്നതിന്റെ റീസൺ ഇതാണ്. ഒരു ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് തന്നെ ഞാൻ ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഇവരോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് എനിക്ക് ആൻസർ പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ അവിടെ ഫെയിൽ ആവാനുള്ള ചാൻസ് ഉണ്ടോ, അല്ലെ എനിക്ക് അവിടെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിലുള്ള ചില നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ്, എന്നുള്ള രീതിയിലുള്ള ചില ഫെയിലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫെയിലിയർ ആവുമോ എന്നുള്ള തോട്ട്സ് കൊണ്ട് നമ്മുടെ കോൺഫിഡൻസ് ലോ ആവാനുള്ള റീസൺസ് ഉണ്ട്. ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? നമ്മൾ ഏകദേശം 5 പോയിന്റ്സോളം പറഞ്ഞു അല്ലെ, എന്തുകൊണ്ടാണ് സെൽഫ് കോൺഫിഡൻസ് ലോ ആവാനുള്ള റീസൺസ് നമ്മൾ ഏകദേശം 5 പോയിന്റ്സോളം പറഞ്ഞു. ഇത്രയും പറഞ്ഞ പോയിന്റ്സ് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ എല്ലാ ആൾക്കാരും CLR കമന്റ് ചെയ്തേ. എന്താണ് സെൽഫ് കോൺഫിഡൻസ് എന്ന് നമ്മൾ പറഞ്ഞു, എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പലർക്കും സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്തതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺസ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അഞ്ച് പോയിന്റ്സും ക്ലിയർ ആണ്. ഇതിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലാത്തത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ഒരു പോയിന്റ്സിൽ? ചിലപ്പോൾ 5 കാര്യങ്ങൾ, 5 പോയിന്റ്സ് നമ്മൾ പറഞ്ഞു, 5 ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞു. ചിലപ്പോൾ ഈ 5ലും 1-2 കാരണങ്ങൾ കൊണ്ടായിരിക്കാം എനിക്ക് കോൺഫിഡൻസ് ഇല്ലാത്തത്, അല്ല 1-3 കാരണങ്ങൾ കൊണ്ടായിരിക്കാം വേറൊരാൾക്ക് കോൺഫിഡൻസ് ഇല്ലാത്തത്. പലർക്കും പല റീസൺസ് ആവാം. ചിലപ്പോൾ 5 കാരണങ്ങൾ കൊണ്ടും കോൺഫിഡൻസ് ലോ ആയ ആൾക്കാരുണ്ടാവും. ഈ 5 ഹാബിറ്റ്സ്, ഈ 5 കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ ഒരു കാര്യങ്ങൾ മാത്രമേ, ചിലപ്പോൾ ചൈൽഡ്ഹുഡ് പ്രോഗ്രാമിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങൾ ഓക്കെ ആയിരിക്കും. അത് എന്താന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമ്മൾ ഡയഗ്നോസിസ് ചെയ്യും. എനിക്ക് എന്തുകൊണ്ടാണ് സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്തത്, എനിക്ക് എന്തുകൊണ്ടാണ് ഒരു ആത്മവിശ്വാസം ഫീൽ ചെയ്യാത്തത്, അതിന്റെ റീസൺസ് എന്താണ്? ഇത്രയും പോയിന്റ്സ് നമ്മൾ പറഞ്ഞിട്ടില്ല, നമ്മൾ അതിനെ ജസ്റ്റ് ഒന്ന് വാലിഡേറ്റ് ചെയ്യാം, ഒന്ന് അനലൈസ് ചെയ്യാം. അതിൽ നമുക്കുള്ള ആൻസർ അതിൽ തന്നെ ഉണ്ടാവും. ക്ലിയർ? നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എല്ലാവരുടെ മുന്നിലും പെന്നും നോട്ട്സും ഇല്ലേ? ഉണ്ടെന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കോൺഫിഡന്റ് ആയിട്ടുള്ള, എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള 3 സിറ്റുവേഷൻ ഏതൊക്കെയാണ്? ക്ലിയർ? എനിക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്ന, എനിക്ക് നല്ല ആത്മവിശ്വാസമുള്ള മെയിൻ ആയിട്ടുള്ള 3 സിറ്റുവേഷൻസ് ഏതൊക്കെയാണ്? ചില ആൾക്കാർക്ക് പാട്ട് പാടാൻ പറയുമ്പോഴാവാം, ചില ആൾക്കാർക്ക് വരയ്ക്കുമ്പോഴാവാം, ചില ആൾക്കാരോട് സംസാരിക്കുമ്പോൾ, സ്റ്റേജിൽ കയറി സംസാരിക്കുമ്പോഴാവാം, ചില ആൾക്കാർക്ക് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുമ്പോൾ ആവാം. ഈ ഒരു സിറ്റുവേഷനിലൊക്കെ ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആണ്, ഏത് സിറ്റുവേഷനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ അടിപൊളിയായിട്ട് ചെയ്യും എന്ന് പറയുന്ന കുറച്ച് സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവും അല്ലെ? എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്യാം. 3 പോയിന്റ്സ് എങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഡൺ എന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ചെയ്തോ? ഞാൻ പറഞ്ഞത് ക്ലിയർ അല്ല? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നല്ല രീതിയിൽ കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്ന 3 സിറ്റുവേഷൻ ജസ്റ്റ് നിങ്ങളെ സ്കിൽസുമായിട്ട് കമ്പയർ ചെയ്തിട്ട് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസ് ആയിട്ട് കമ്പയർ ചെയ്തിട്ട് എഴുതാം. ചിലപ്പോൾ നിങ്ങളുടെ ഓഫീസിൽ സംസാരിക്കുമ്പോഴാവാം, ചിലപ്പോൾ നിങ്ങളുടെ സെയിൽസിന്റെ ക്ലാസ് അല്ലെങ്കിൽ സെയിൽസ് കോൾ ചെയ്യുമ്പോഴാവാം, എന്തോ ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഏത് സിറ്റുവേഷൻസ് ആയിക്കോട്ടെ, ബട്ട് നിങ്ങൾ ആ ഒരു 3 സിറ്റുവേഷൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം.
ചെയ്തോ എല്ലാരും? ചെയ്തിട്ടുണ്ടെങ്കിൽ ഡി എന്ന് കമന്റ് ചെയ്തേ. കിട്ടുന്നില്ല, എന്ത് പറ്റി? രണ്ടുപേരും മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഞാനിപ്പോ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എന്താണ് നിങ്ങളുടെ വിഷയം? എന്താണ് നിങ്ങൾ ചെയ്യാത്തതിന്റെ വിഷയം എന്താണ്? ലൈഫിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻ ഇല്ല എന്ന് പറയരുത്. നമ്മുടെ ഓരോരുത്തരുടെ ലൈഫിലും അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവും. നിങ്ങൾ അത് അഡ്രസ്സ് ചെയ്യാത്തത് കൊണ്ടാണ്. ഞാനൊരു ചില മേഖലയിൽ സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആയിരിക്കും. ചില മേഖലയിൽ പെർഫോം ചെയ്യുന്ന സമയത്ത്, ചില സിറ്റുവേഷനിൽ, ചില സ്കിൽസ് യൂസ് ചെയ്യുന്ന സമയത്ത്, ചില നോളജ് യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും അല്ലെ? ചിലപ്പോൾ കമ്പ്യൂട്ടർ ടെക്നിക്കൽ സൈഡ് ആയിരിക്കാം. കമ്പ്യൂട്ടറിന്റെ ആരെങ്കിലും നീ ഒന്ന് ഇത് ചെയ്തു തരുമെന്ന് ചോദിക്കുന്ന സമയത്ത് വളരെ ആത്മവിശ്വാസത്തോടെ വളരെ കോൺഫിഡന്റ് ആയിട്ട് നമുക്കത് ചെയ്തു കൊടുക്കാൻ പറ്റും. എന്നെ കൊണ്ടത് പറ്റും, ഞാനത് ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട് നമ്മളെ നോളജിന്റെ ആയിരിക്കും അത്. ഒരു കാര്യം പ്രസന്റ് ചെയ്യുന്ന സമയത്ത് എന്നെ കണ്ടത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ ഇരുന്നിട്ട് നമ്മളത് ചെയ്തു കൊടുക്കും. ഇൻ മീറ്റിംഗ്സ്, വെരി ഗുഡ്. സോ ഓരോരുത്തർ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഓക്കെ ആയിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ടീമുമായിട്ടുള്ള മീറ്റിംഗ് വിളിച്ച് നിങ്ങളൊരു ലെവൽ ഒരു ടീം ലീഡർ എന്നുള്ള രീതിയിൽ അവിടെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇല്ലാത്തൊരു കോൺഫിഡൻസ് അവിടെ ഫീൽ ചെയ്യുന്നതാണ്. മറ്റുള്ള സദസ്സിൽ നിന്ന് സംസാരിക്കുമ്പോൾ കിട്ടാത്തൊരു കോൺഫിഡൻസ് നിങ്ങളുടെ അണ്ടറിൽ കുറച്ച് ആൾക്കാർ വരുന്ന സമയത്ത്, നിങ്ങളൊരു ബോസ് എന്നുള്ള ലെവല്, നിങ്ങളുടെ അവരുടെ ലീഡർ എന്നുള്ള ലെവല് നിങ്ങൾ അവിടെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ അറിയാതെ കുറച്ച് കോൺഫിഡൻസ് ഉണ്ടാവും. അവിടെ ഒരുപാട് നോളജ് ഉണ്ടായതുകൊണ്ടോ സ്കിൽസ് ഉണ്ടായതുകൊണ്ടുള്ള കോൺഫിഡൻസ് അല്ലാതെ അങ്ങനെയുള്ള ഒരുപാട് കോൺഫിഡൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. നിങ്ങൾക്ക് അതിപ്പോ കിട്ടാത്തത് നിങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് അത് അനലൈസ് ചെയ്യുന്നുണ്ടാവാം. ടൈം എടുത്തിട്ട് അതൊന്ന് അനലൈസ് ചെയ്യാം. ആ ഒരു സിറ്റുവേഷൻസ് ഒന്ന് നോക്കുക. ഓക്കെ, സോ നേരെ ഓപ്പോസിറ്റ് നിങ്ങൾ ചെയ്യണം. നമുക്കിപ്പോ ടൈം ലിമിറ്റ്സ് കാരണം നമ്മളിപ്പോ അത് ചെയ്യിപ്പിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് കുറയുന്ന, അല്ലെ എനിക്കൊരു കാര്യം ചെയ്യുമ്പോൾ ഞാൻ തീരെ കോൺഫിഡന്റ് അല്ല എന്ന് തോന്നുന്ന 3 സിറ്റുവേഷൻസ് എഴുതണം. അതും ഞാനിപ്പോ പറഞ്ഞതാവാം. ചിലപ്പോൾ പ്രസംഗിക്കാൻ പറയുന്ന സമയത്ത് ഞാൻ ബാക്കിയുള്ള കാര്യത്തിനൊക്കെ അടിപൊളിയാണ്. ചില ആൾക്കാർ പറയുന്നേക്കാം, ചില ഏത് സിറ്റുവേഷനിലും ഞാൻ എങ്ങനെയാണെങ്കിലും ഞാൻ ഭയങ്കര അടിപൊളിയാണ്, പക്ഷെ ഒരു സ്റ്റേജിൽ കയറി സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ കാല് വറക്കോ, എനിക്ക് അതിന് കോൺഫിഡൻസ് ഉണ്ടാവില്ല എന്ന് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ആരോടെങ്കിലും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കോൺഫിഡൻസ് ഉണ്ടാവില്ല. നേരെ ഓപ്പോസിറ്റ് ആവാം. ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്റർവ്യൂ പോകുന്ന സമയത്ത് ഞാൻ ഭയങ്കര ലോ കോൺഫിഡൻസ് ആണ്. സോ നിങ്ങളുടെ ലൈഫിൽ കോൺഫിഡൻസ് ഇല്ലാത്ത 3 സിറ്റുവേഷൻസും കോൺഫിഡൻസ് കൂടുതലായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്ന 3 സിറ്റുവേഷൻസും നോട്ട് ചെയ്യാം. ഓക്കെ, സോ നമ്മളിപ്പോ ഇത് എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ കോൺഫിഡൻസ് ഉണ്ടാവാത്തതിന്റെ റീസൺസ് നമ്മൾ പറഞ്ഞു. ഇത് എങ്ങനെയാണ് ബിൽഡ് ചെയ്യേണ്ടത് നമുക്ക് അറിയണ്ടേ? വേണ്ടേ? നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ബിൽഡ് ചെയ്യാന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. വേണ്ടേ? വേണം. സോ അതിൽ ഫസ്റ്റ് തിങ് ആണ് നമുക്ക് എല്ലാവർക്കും പറയുന്നത് പോലെ തന്നെ നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് യൂസ് ചെയ്യാന്നുള്ളത്. എന്താണ് അഫർമേഷൻസ് എന്ന് എല്ലാവർക്കും അറിയില്ലേ? അറിയോ? അഫർമേഷൻസ് ഒക്കെ നമ്മൾ ഓൾറെഡി ഒരുപാട് വട്ടം ഡിസ്കസ് ചെയ്തതാണ്. ഞാൻ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ നമ്മളോട് തന്നെ കൊടുക്കുന്ന പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകളെയും വാക്കുകളെയും റിപ്പീറ്റഡ്ലി കൊടുക്കുന്ന ചിന്തകളെയും വാക്കുകളെയാണ് അഫർമേഷൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നമ്മൾ നമ്മളോട് തന്നെ നമ്മുടെ ഉള്ളിലേക്ക് കൊടുക്കുന്ന പോസിറ്റീവ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ചിന്തകളെയും വാക്കുകളെയാണ് അഫർമേഷൻസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു സെൽഫ് കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ബ്രെയിനിന്റെ ഒരു ടെക്നിക്ക് ഉണ്ട് അല്ലെ? റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ ഉള്ളിലേക്ക് കൊടുക്കുന്ന ഒരു സാധനം നമ്മുടെ ബ്രെയിൻ അത് ബിലീവ് ചെയ്യും. ആ ഒരു ടെക്നിക്ക് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ കോൺഫിഡന്റ് ആണ്, ഞാൻ വളരെ ബോൾഡ് ആണ്, എനിക്ക് ആരുടെ മുമ്പിലും സംസാരിക്കാൻ പറ്റും, എനിക്ക് ഏതൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള കമാൻഡ് നിങ്ങൾ കടന്നുറങ്ങാൻ പോകുന്ന ടൈമിലും മോർണിംഗ് എഴുന്നേൽക്കുന്ന ടൈമിലും നിങ്ങൾ ആ ഒരു ജസ്റ്റ് പറഞ്ഞാൽ മാത്രം പോരാ, ഇത് വാക്കുകൊണ്ട് മാത്രം പറഞ്ഞാൽ പോരാ, നിങ്ങൾ അത് ബിലീവ് ചെയ്യണം. ആ ഒരു എനർജി ഫീൽ ചെയ്തിട്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് കൊടുക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ എനർജി ഷിഫ്റ്റ് ആവുകയും നമ്മുടെ കോൺഫിഡൻസ് ഓൾറെഡി പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുള്ള നെഗറ്റീവ് കമാൻഡിൽ നിന്ന് പോസിറ്റീവ് ആയിട്ടുള്ള കമാൻഡിലേക്ക് എത്തും. ഓക്കെ, സോ ഫസ്റ്റ് വൺ ആണ് അഫർമേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണ്? വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. നമ്മൾ എന്താണോ ആവാൻ ആഗ്രഹിക്കുന്നത്
ഏത് പൊസിഷനിലാണോ എത്താൻ ആഗ്രഹിക്കുന്നത് ആ ഒരു പൊസിഷൻ, ആ ഒരു കാര്യം ഓൾറെഡി നമ്മൾ ആയി എന്നുള്ള രീതിയിൽ നമ്മുടെ ഉള്ളിലേക്ക് കൊടുക്കുന്ന ഒരു ഫിലിം കാണുന്നത് പോലെ നമ്മൾ ആ ഒരു കാര്യത്തെ കാണുന്ന, ആ ഒരു പ്രോസസ്സിനെ കാണുന്ന ഒരു കാര്യത്തെയാണ് നമ്മൾ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്, അല്ലെ? നമ്മളിപ്പോ ചിന്തിക്കുകയാണ്, ഞാനൊരു വർഷം കഴിഞ്ഞിട്ട് നല്ല കോൺഫിഡന്റ് ആയിട്ടുള്ള ആരുടെ മുമ്പിലും സംസാരിക്കുന്ന, ഏതൊരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന, എനിക്ക് ഇപ്പം കോൺഫിഡൻസ് അല്ലാത്ത സിറ്റുവേഷൻസ് പോലും ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് മാറിയിട്ട് അത് പെർഫോം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് നമ്മുടെ ഉള്ളിൽ നമ്മൾ ഇങ്ങനെ കാണുകയാണ്, ഒരു ഫിലിം കാണുന്നത് പോലെ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ ബ്രെയിനിലേക്ക് അത് സ്റ്റോർ ചെയ്യും. ഓക്കെ, അതെന്തുകൊണ്ടാണ്? നമ്മുടെ ബ്രെയിനിന് റിയൽ എന്താണ്, റിയാലിറ്റി എന്താണ്, റിയൽ എന്താണ്, ഫേക്ക് എന്താണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല, ലോജിക്കായിട്ട് ചിന്തിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ ഇത് റിയൽ ആയിട്ടാണ് ഐഡന്റിഫൈ അല്ലെങ്കിൽ അത് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നല്ല കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, ബോൾഡ് ആയിട്ടുള്ള, നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റുന്ന, നല്ല രീതിയിൽ സ്റ്റേജിലും കാര്യങ്ങളും പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന, പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള രീതിയിൽ നമ്മളെ ഇങ്ങനെ മുന്നിൽ കാണുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ അത് വിശ്വസിക്കും. പിന്നീട് അതിനനുസരിച്ചിട്ടുള്ള ഡോപ്പമിൻസും അതിനനുസരിച്ചിട്ടുള്ള ഹോർമോൺസും കാര്യങ്ങളും ആക്ഷൻസും ആയിരിക്കും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാകുക. ക്ലിയർ ആണോ? വിഷ്വലൈസേഷൻ ക്ലിയർ ആണോ? അഫർമേഷൻസ് ഒന്നുകൂടി പറയും. ഓക്കെ, അഫർമേഷൻസ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളോട് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് കൊടുക്കുന്ന വാക്കുകളെയും ചിന്തകളെയുമാണ് അഫർമേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഡെയിലി ഞാൻ എന്നെ കുറിച്ച് ഞാൻ അറിഞ്ഞുകൊണ്ട് കോൺഷ്യസിൽ ചിന്തിക്കുകയാണെങ്കിൽ പറയാണ്, ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഞാൻ ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള, ജെന്യുവിൻ ആയിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാ കാര്യത്തോടും പോസിറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള രീതിയിൽ ഡെയിലി 5ഉം 10ഉം തവണ അല്ലെങ്കിൽ നിരന്തരം ഞാനിങ്ങനെ റിപ്പീറ്റഡ്ലി കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ അത് വിശ്വസിക്കും. ക്ലിയർ? അതാണ് നമ്മുടെ അഫർമേഷൻസ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ ക്ലിയർ അല്ലേ? രണ്ടാമത്തെ പോയിന്റ്സ് നമ്മൾ വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞു. മൂന്നാമത്തെ പോയിന്റ്സ് എന്ന് പറയുന്നത് ചെറിയ ചെറിയ പ്രോമിസസ് ഉണ്ടാവും, അല്ലെ? നമ്മുടെ ലൈഫിൽ കൊടുക്കുന്ന ചെറിയ ചെറിയ പ്രോമിസസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു? മോർണിംഗ് 5 മണിക്ക് എഴുന്നേൽക്കും, നാളെ ഞാൻ വർക്ക്ഔട്ട് ചെയ്യാൻ പോകും, അല്ലെങ്കിൽ ഞാൻ ഡെയിലി ഇത്ര ബുക്സ് വായിക്കും എന്നുള്ള പ്രോമിസസ് നമ്മൾ അറിഞ്ഞുകൊണ്ട് കൊടുക്കുകയും ആ ഒരു പ്രോമിസസ് നമ്മൾ എന്ത് പ്രശ്നം വന്നാലും എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും നമ്മൾ ആ ഒരു പ്രോമിസസ് നമ്മൾ നേടിയെടുക്കണം, അല്ല നമ്മൾ അത് നമ്മളിലേക്ക് കൊടുത്തേ പറ്റും. മോർണിംഗ് 5 മണിക്ക് എഴുന്നേൽക്കുമെന്ന് ഞാൻ എനിക്കൊരു പ്രോമിസ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു 5 മണിക്ക് കറക്റ്റ് അലാറം വെച്ച് നമ്മളിത് എഴുന്നേൽക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളോട് തന്നെ കൊടുക്കുന്ന ഒരു പ്രോമിസസ് ആണത്. സോ അത് നമ്മൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ സെൽഫ് കോൺഫിഡൻസ് ലോ ആവും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ഡെയിലി ഒരു 5 പേജ്, നമ്മൾ കൂടുതലായിട്ടൊന്നും ചെയ്യേണ്ട, ഡെയിലി ഒരു 5 പേജ് വായിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു എന്ത് കഷ്ടം, എന്ത് ടൈം ഇല്ലാന്നുണ്ടെങ്കിലും എന്ത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിലും ആ ഒരു 5 പേജ് ജസ്റ്റ് നിങ്ങൾ അവിടെ വായിക്കുക. അത് വായിച്ചു തീർക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ നമ്മൾ അറിയാതെ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഒരു കാര്യം ഞാൻ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം ഞാൻ ചെയ്യും എന്നുള്ള ഒരു ചിന്ത, എന്നുള്ള ആ ഒരു കമാൻഡ് നമ്മുടെ ബ്രെയിനിലേക്ക് കൊടുക്കുകയാണ്. ക്ലിയർ ആണോ? നമ്മളിത് ചെയ്തിട്ടുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നിനക്ക് ഒരു റിവാർഡും കൊടുക്കാം. ഞാനൊരു പ്രോമിസസ് എനിക്ക് കൊടുത്തിട്ട് ഞാനത് ചെയ്യാന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എന്റെ സെൽഫിനെ തന്നെ ഞാൻ കൺഗ്രാറ്റ്സ് ചെയ്യാം, അല്ല എനിക്ക് വേണ്ടിയിട്ട് ഒരു റിവാർഡ് അവിടെ കൊടുക്കാം എന്ന് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ നമുക്ക് ആ ഒരു കാര്യം ചെയ്യാനുള്ള ടെൻഡൻസി നമ്മുടെ ബ്രെയിനിന് കൂടും. ക്ലിയർ ആണോ? ചെറിയ ചെറിയ പ്രോമിസ് നമ്മൾ സെറ്റ് ചെയ്യുക, ആ ഒരു പ്രോമിസസ് നമ്മൾ ഫുൾഫിൽ ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ, സോ 4ാമത്തെ പോയിന്റ്സ് ആണ് നമ്മളെ ഇന്നർ ടോക്ക് കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ ചിന്തിക്കുന്ന കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള സെൽഫ് ടോക്ക് എന്ന് പറയുന്നത്. നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ ചിന്ത വരും, എന്നെ കൊണ്ട് അതിനെ പറ്റുന്നില്ലല്ലോ, എന്നെ കൊണ്ടൊന്നും പറ്റാത്തൊരു വ്യക്തിയാണ്, എനിക്കൊരു കഴിവില്ലാത്ത വ്യക്തിയാണ്, എനിക്കൊരു നോളജ് ഇല്ലാത്തൊരു സ്കിൽസും ഇല്ലാത്ത വ്യക്തിയാണ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കോൺഷ്യസ്ലി അതിനെ തിരുത്തണം. ക്ലിയർ? എനിക്കൊരു കഴിവും ഇല്ലാത്ത വ്യക്തിയാണ് എന്ന് നമ്മൾ അറിയാതെ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ പറയണം, ഓക്കെ, ഞാൻ എൻ്റെ സെൽഫിൽ ഞാൻ ഓക്കെയാണ്, ഞാൻ ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് എൻ്റെതായിട്ടുള്ള സ്കിൽസ് എനിക്കുണ്ട്, ഞാൻ അതിൽ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കുക. നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കമാൻഡ് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന സമയത്ത് അത് നമ്മൾ നേരെ ഓപ്പോസിറ്റ് ചെയ്തത് പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുക. ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പയർ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളത്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. നമ്മൾ ഇന്ന് മുതൽ നമ്മൾ ആ ഒരു കമ്പയർ, ഞാൻ എൻ്റെ ലൈഫിൽ മറ്റുള്ളവരുടെ ലൈഫ് സ്റ്റൈൽ വെച്ച് ഞാൻ കമ്പയർ ചെയ്യില്ല എന്ന് നമ്മൾ തീരുമാനിക്കുക. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ശരിക്കും നമ്മളത് കമ്പയർ ചെയ്യുന്നതിനെ കൊണ്ട് ലോജിക്കലി എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടോ? നിങ്ങൾ വളർന്നു വന്ന സാഹചര്യവും നിങ്ങളുടെ പാരന്റ്സിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള പാരന്റിങ്ങും അവരുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻസും അവരുടെ ബാക്ക്ഗ്രൗണ്ടും അവരുടെ എൻറ്റയർ കാര്യങ്ങൾ ഡിഫറെന്റ് ആണ്, അല്ലേ?
രണ്ടുപേരും രണ്ട് ലെവലിൽ വളർന്നു വന്ന ആൾക്കാരാണ്. നിങ്ങൾ കമ്പയർ ചെയ്യുന്ന വ്യക്തി എൻ്റർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലൂടെ, ഒരു ബാക്ക്ഗ്രൗണ്ടിലൂടെ, ഒരു സിറ്റുവേഷനിലൂടെ, ഒരു പാരന്റിങ്ങിലൂടെ, ഒരു ഫൈനാൻഷ്യൽ കണ്ടീഷൻസിലൂടെ വന്ന സാഹചര്യങ്ങളാണ്. സോ നിങ്ങൾ അവരെ തമ്മിൽ കമ്പയർ ചെയ്യുന്നതിനെ കൊണ്ട് എന്തർത്ഥമുള്ളത്? നിങ്ങൾ രണ്ടും രണ്ട് കാറ്റഗറിയാണ്. അപ്പൊ ഒരിക്കലും നിങ്ങളുടെ സെൽഫിനെ മറ്റുള്ളവരായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യാതിരിക്കുക. അത് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ സെൽഫ്, അല്ലെ നമ്മുടെ ഉള്ളിലേക്കുള്ള ബ്രെയിനിലേക്കുള്ള മെസ്സേജ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഒന്നിനും പറ്റൂല, ഞാൻ മറ്റുള്ളവരുടെ അത്ര ഞാൻ പോരാ എന്നുള്ള രീതിയിൽ വരുമ്പോൾ കോൺഫിഡൻസ് അവിടെ ലോ ആവും. ക്ലിയർ? സോ ഒരിക്കലും നമ്മൾ മറ്റുള്ളവരെ അല്ലെങ്കിൽ നമ്മളെ സെൽഫിനെ വെച്ച് മറ്റുള്ളവരെ കമ്പയർ ചെയ്തിരിക്കുക. അടുത്ത പോയിന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെങ്ത്തിലേക്ക് ഫോക്കസ് ചെയ്യാം. പലരും ഇപ്പൊ ചെയ്യുന്ന കാര്യമാണ്, നമ്മുടെ വീക്ക്നെസ്സിലായിരിക്കും നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നുണ്ടാകുക. എനിക്ക് ഇങ്ങനെയുള്ള വീക്ക്നെസ് ഉണ്ട്, എനിക്ക് അങ്ങനെയുള്ള വീക്ക്നെസ് ഉണ്ട്, എനിക്ക് അതുണ്ട്, എനിക്ക് ഇതുണ്ട് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന സമയം തന്നെ നമ്മുടെ ഉള്ളിൽ എപ്പോഴും നമുക്കൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഫീൽ ആയിരിക്കും. മറിച്ച് നമ്മൾ പോലും അറിയാതെ, അല്ലെങ്കിൽ നമ്മൾ പോലും അഡ്രസ്സ് ചെയ്യാത്ത ഒരുപാട് സ്ട്രെങ്ത് നമുക്ക് ഉണ്ടാവും. ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആവാം, ചിലപ്പോൾ പ്രസന്റേഷൻ സ്കിൽസ് ആവാം, ചിലപ്പോൾ ആൾക്കാരോട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നല്ല രീതിയിൽ സംസാരിക്കാനുള്ള ഒരു വേ ഓഫ് അപ്രോച്ച് ആവാം, ചിലപ്പോൾ നല്ല പേഴ്സണാലിറ്റി ആവാം. എന്തോ ആയിക്കോട്ടെ, അത് എന്താണെന്നുള്ളത് നമ്മൾ കറക്റ്റ് അഡ്രസ് ചെയ്യാം. പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള സോട്ട് അനാലിസിസ് ഉണ്ട് അല്ലെ, സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഓപ്പർച്യൂണിറ്റീസും ത്രെഡ്സും. നമ്മുടെ സ്ട്രെങ്ത് കറക്റ്റ് ആയിട്ട് റൈറ്റ് ഡൗൺ ചെയ്യും. ഓരോന്ന് ഓർത്തെടുത്തിട്ട് എനിക്ക് ഇന്ന ലെവലിൽ സ്ട്രെങ്ത് ഉണ്ട്, എനിക്ക് ഇന്ന കാര്യം ടെക്നിക്കൽ സൈഡിൽ എനിക്ക് സ്ട്രെങ്ത് ഉണ്ട്, എനിക്ക് ആൾക്കാരോട് നല്ല രീതിയിൽ സംസാരിക്കാൻ എനിക്കറിയാം എന്നുള്ള രീതിയിൽ നമ്മുടെ സ്ട്രെങ്ത് നമ്മൾ കറക്റ്റ് ആയിട്ട് നോട്ട് ഡൗൺ ചെയ്യും. ഇത് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ ഡെയിലി ചിന്തിക്കുന്നത് വഴി, ഡെയിലി ഇതിനെക്കുറിച്ച് നമ്മളൊന്ന് അഡ്രസ് ചെയ്യുന്നത് വഴി നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യും. ഓക്കെ, അടുത്ത പോയിന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഡെയിലി നമുക്ക് എന്തിനാണോ നമ്മൾ പേടിക്കുന്നത് അതിന്റെ ചെറിയൊരു സ്റ്റെപ്സ് എങ്കിലും നിങ്ങൾ എടുത്തു വെക്കാൻ ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ സ്റ്റേജിൽ കയറി സംസാരിക്കണം, നിങ്ങൾക്ക് ഫിയർ, കോൺഫിഡൻസ് ഇല്ലാത്തത്. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്റ്റേജിൽ കയറി സംസാരിക്കണം എന്നില്ല. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റൂമിൻ്റെ ഉള്ളത് ആരും ഇല്ലാത്ത സമയത്ത് ഒരു മിറർ നോക്കി നിങ്ങൾ സംസാരിക്കുക. ചെറിയൊരു സ്റ്റെപ്സ്, നിങ്ങൾ എന്തിനെ കൊണ്ടാണോ പേടിക്കുക, എന്ത് സിറ്റുവേഷനാണോ നിങ്ങൾ ഭയപ്പെടുന്നത്, ആ ഒരു ഭയപ്പെടുന്ന സിറ്റുവേഷനെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ സ്റ്റെപ്സ് നിങ്ങൾ എടുത്തു. ഹാളിൽ നിന്ന് മിറർ നോക്കിയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു 3 ആൾക്കാരുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ പോയിട്ട് നിങ്ങൾ സംസാരിച്ചു നോക്കുക. ഒരു 3 ആൾക്കാർ, നിങ്ങൾ 3 ആൾക്കാരുള്ള ഫ്രണ്ട്സിന്റെ ഇടയിൽ പോയി സദസ്സിൽ പോയിട്ട് നിങ്ങളൊരു പൂജ, ചിലപ്പോൾ നിങ്ങൾക്ക് അന്ന് സംസാരിക്കാൻ പോയിരിക്കും. അവിടെ നിങ്ങൾ കോൺഷ്യസ്ലി സംസാരിക്കുക, തെറ്റിപ്പോയാലും പ്രശ്നമില്ല എന്നുള്ള ലെവലിൽ. അതും കഴിഞ്ഞ ഒരു സ്ട്രേഞ്ചേഴ്സും ആയിട്ട് നിങ്ങൾ ഇരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു സഭയിൽ നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് അവിടെ നിങ്ങൾ സംസാരിക്കുന്ന ഇനീഷ്യേറ്റീവ് എടുക്കുക. ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അതും കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു 10-20 ആൾക്കാരുള്ള ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ കിട്ടുന്ന സമയം, ഒരു ഓപ്പർച്യൂണിറ്റി, അത് യൂട്ടിലൈസ് ചെയ്തിട്ട് അവിടെ സംസാരിക്കാം. പിന്നീട് നിങ്ങൾ നല്ല രീതിയിലുള്ള ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ കടക്കുന്ന സമയത്ത് നിങ്ങൾ ഓരോന്ന് ചെയ്യുന്ന സമയത്തും നിങ്ങളുടെ കോൺഫിഡൻസ് കൂടി വരും. നമ്മൾ ഡയറക്റ്റ്ലി ഒരു സ്റ്റേജിൽ പോയിട്ട് സംസാരിക്കുന്നതും ആ ഒരു സ്റ്റേജ് ഫിയർ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ഓരോ ഫിയറും നമ്മൾ എടുത്ത് ചേഞ്ച് ചെയ്യുന്ന വഴി നമ്മൾ ഓരോന്ന് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കോൺഫിഡൻസ് നമ്മൾ അറിയാതെ ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ആവും. സോ എന്താണെന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ ഫിയറിന്, നമുക്ക് എന്തിനാണോ നമ്മൾ ഭയപ്പെടുന്നത് അതിനെ നമുക്ക് 1 by 1 ആയിട്ട് നമ്മൾ അതിന് ഓരോ ദിവസവും നമ്മൾ അതിന് ആ ഒരു ഫിയർ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു സ്റ്റെപ്സ് എങ്കിലും നമ്മുടെ ലൈഫിൽ എടുത്തു വെക്കുക. ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? നമ്മളിപ്പോ പറഞ്ഞു എന്താണ് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞു, അത് എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ ഇമ്പാക്ട് ചെയ്യുന്നത്, അല്ല എന്തുകൊണ്ടാണ് സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്തതിന്റെ റീസൺസ്, അത് നമ്മൾ പറഞ്ഞു. അടുത്ത നമ്മൾ പറഞ്ഞ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങനെയാണ് ബിൽഡ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും CLR എന്ന് കമന്റ് ചെയ്ത്, ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും CLR എന്ന് കമന്റ് ചെയ്തേ. ബാക്കിയുള്ള ആൾക്കാർക്ക് ടൈപ്പ് ചെയ്യാൻ ചോദിച്ചോ? വീക്ക്നെസ്സിനെ കുറിച്ച് പറഞ്ഞല്ലോ. വീക്ക്നെസിനെ കുറിച്ച് അല്ലെ? അത് കഴിഞ്ഞിട്ട് പിന്നെ സാർ പറഞ്ഞത് എന്താ, നമ്മുടെ ലൈഫിൽ പേടിയെ കുറിച്ചല്ലേ പറഞ്ഞേ? അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് നമ്മൾ ഫിയറിനെ ഫേസ് ചെയ്യാം. നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഫിയറിനെ നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ എങ്ങനെയെങ്കിലും നമ്മളത് ഫേസ് ചെറിയൊരു സ്റ്റെപ്പായിട്ട് എടുത്തിട്ട് അതിനെ ഫേസ് ചെയ്യാൻ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. ക്ലിയർ ആയോ?
യെസ് സർ. ഓക്കെ, നമുക്ക് എപ്പോഴും നമുക്ക് ഫിയർ ഉണ്ടാവുന്ന സമയത്താണ് നമ്മുടെ കോൺഫിഡൻസ് അവിടെ ലോ ആവുന്നത്. സോ ആ ഒരു ഫിയറിനെ ഒരു തവണ നമ്മൾ ഫേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓക്കെ, ഞാനിത് ചെയ്തല്ലോ, എനിക്ക് പേടിയുള്ള ഒരു കാര്യം ഞാൻ ചെയ്തല്ലോ എന്നുള്ള രീതിയിലുള്ള ഒരു കമാൻഡ് നമ്മുടെ ഉള്ളിലേക്ക് പോകും. നമ്മുടെ ബ്രെയിൻ അത് വിശ്വസിക്കും. സോ അത് നമ്മുടെ കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതാണ് നമ്മൾ എന്ത് കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, എന്ത് നമ്മളെ പേടിപ്പെടുത്തുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മളത് ചെയ്യുക. ആ ഒരു കാര്യത്തെ നമ്മൾ ഫേസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് ഒരു ഡോപ്പമിൻ ഇട്ടുണ്ടാവും. സോ അത് നമ്മളെ കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. മറ്റേ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ കാര്യമായിരുന്നു വിഷ്വലൈസേഷൻസ്, അഫർമേഷൻസ്. വിഷ്വലൈസേഷൻ എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പാരന്റിങ്ങിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ട്രോമ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ജനിച്ചപ്പം മുതലേ നമ്മുടെ പാരന്റ്സ് നമ്മളെ കുറ്റപ്പെടുത്തിയാലും നമ്മളെ കളിയാക്കോ നമ്മളെ ഒന്നും പറ്റില്ല. ചിലപ്പോൾ നമ്മൾ ഒരുപാട് സ്നേഹം ഉള്ളത് ഉണ്ടാവാം അല്ലെ. പല കോൺഫിഡൻസ് കുറഞ്ഞ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് പാരന്റ്സ് നമ്മളെ കുറ്റപ്പെടുത്തുന്നതോ കളിയാക്കുന്നതല്ല. അവർക്ക് നമ്മളോട് ഒരുപാട് സ്നേഹം ഉള്ളത് കൊണ്ട്, ഒരുപാട് കെയറിങ് ഉള്ളത് കൊണ്ട് നീ അത് ചെയ്യരുത്, അത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റും, നീ ഇത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റും, അല്ല നീ സൈക്കിൾ ഓടിക്കുമ്പോൾ നീ ഇപ്പൊ അത് പഠിച്ചിട്ടില്ലല്ലോ, നീ ഇപ്പൊ സൈക്കിൾ ഓടിക്കണേ, എന്ത് ചെയ്യുമ്പോഴും നെഗറ്റീവായിട്ടുള്ള കമാൻഡ് കൊടുത്ത് നീ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് പ്രശ്നമാണ്, ബുദ്ധിമുട്ടാണ്, കുഴപ്പമാണ്, നീ അത് പൊട്ടിപ്പോവും, നീ അവിടെ ഫെയിലർ ആവാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിലെ കമാൻഡ് കൊടുത്തിട്ട് അവരുടെ ഉള്ളിൽ ഒരു ട്രോമയുടെ അത് മാറണം. ഫോർ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഞാൻ ഇപ്പൊ അടുത്തൊരു വായിച്ചിട്ടുള്ള സ്റ്റോറി ഉണ്ടായിരുന്നു. ഒരു പരുന്തിന്റെ മുട്ട, ഓക്കെ, ഒരു പരുന്തിന്റെ മുട്ട ഒരു ചിക്കന്റെ ഒരു ഫാമിൽ, ഒരു കോഴിയുടെ ഒരു ഫാമിലേക്ക് വന്ന് വീഴാണ്. ആ ഒരു ചിക്കന്റെ ഫാമിലേക്ക് വന്ന് വീഴുന്ന സമയത്ത് അത് അവിടെ നിന്ന് പൊട്ടി, ഐ മീൻ അത് അവിടെ നിന്ന് വളർന്നു വന്ന് ആ ഒരു പരുന്തും ആ ഒരു ചിക്കന്റെ കൂടെ അല്ലെങ്കിൽ അവിടെയുള്ള കോഴികളുടെ കൂടെ വളരെയാണ്. വളർന്ന് ഒരുപാട് വലുതായിട്ടുള്ള സമയത്ത് ആ ഒരു പരുന്ത് ഒരു ദിവസം ഒരു അത്രയും ഉയരത്തിലൂടെ പറക്കുന്ന ഒരു പരുന്തിനെ കണ്ടിട്ട് ആ ഒരു കോഴിയുടെ ഒരാളോട് ചോദിക്കണം, അല്ലെങ്കിൽ കോഴിയോട് ചോദിക്കുന്ന ഒരു സമയമുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ് അങ്ങനെ പറക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് ആ ഒരു കോഴി പറയണത് പരുന്താണ്, അവർക്ക് അത്രയും ഉയരത്തിൽ പറക്കാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന സമയത്തും ഈ ഒരു പരുന്ത്, ഈ ഒരു ചിക്കന്റെ അല്ലെങ്കിൽ കോഴികളുടെ ആ ഒരു കൂട്ടത്തിൽ വളർന്നിട്ടുള്ള, അവരുടെ സിറ്റുവേഷനിൽ വളർന്നിട്ടുള്ള ആ ഒരു പരുന്ത് അവന്റെ കഴിവെന്താന്ന് അറിയാതെ, അവന്റെ ക്വാളിറ്റി എന്താന്ന് അറിയാതെ, അവന് അത്ര ദൂരത്ത് പറക്കാനുള്ള കഴിവുണ്ടെന്ന് പോലും മനസ്സിലാക്കാതെ അവിടെ മരിച്ചു പോവാണ്. അതിന്റെ മെയിനായിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവർ വളർന്നു വന്നിട്ടുള്ള ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചുറ്റുമുള്ള ആൾക്കാരുടെ സാഹചര്യം കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവരുള്ളിൽ വിശ്വസിച്ച കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും ഇവരെ പോലുള്ള ഒരു കോഴികളാണ്, അതുകൊണ്ട് തന്നെ എനിക്കും അത്ര ലോങ് പറക്കാൻ എനിക്ക് കഴിവുണ്ടാവില്ല, എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ, എനിക്ക് ഇത്ര കാര്യങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലുള്ള ഒരു സെൽഫ് ബിലീഫ് അവിടെ വന്നത് കൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങൾ ചെയ്യാനുള്ള ടെൻഡൻസി ഇല്ലാതാവുകയാണ്. ഇതാണ് നമ്മൾ പലരും ഉണ്ടാകുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഉള്ളിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ള സർക്കിളിനെ നോക്കിയിട്ടാണ് നമ്മൾ നമ്മളെ തന്നെ ജഡ്ജ് ചെയ്യുന്നത്. ഞാൻ നടക്കുന്ന ഒരു 5 പേരുടെ ഒരു ആവറേജ് ആണ് ഞാനെന്ന് പറയും അല്ലെ. ആ ഒരു 4 പേരും വളരെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്, തീരെ കോൺഫിഡൻസ് ഇല്ലാത്ത ആൾക്കാരാണ്, ഒരു കാര്യത്തോടും നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യുന്ന ഒരു ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഞാനും ആ ഒരു ലെവലിലേക്ക് മാറും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് 4 പേരും കണ്ടിട്ടാണ് ഞാൻ വളരുന്നത്, ഇവരെ 4 പേരുടെയും കൂടിയാണ് ഞാൻ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, ഇവരെ 4 പേരുടെയും കൂടിയാണ് ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നത്, എന്ത് കാര്യം ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ എനർജി ഓട്ടോമാറ്റിക്കലി എന്നെ ഇമ്പാക്ട് ചെയ്യും. ഞാനും ഇവരെ പോലെ എനിക്ക് അത്രയും പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ പോലും, എനിക്ക് ഒരുപാട് ഉയരങ്ങളിൽ പറക്കാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ പോലും ഇവരൊന്നും ഇത് ചെയ്യാത്തത് കൊണ്ട് ഞാൻ വിചാരിക്കും ഞാനും ഇവരുടെ കൂടെയുള്ള ഒരാളാണ്, എനിക്കും ഇത്രയും കഴിവുള്ളൂ, എനിക്ക് ഇത്ര കാര്യങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ, എനിക്ക് ഉയരങ്ങളിലേക്ക് പറക്കാനോ അല്ലെങ്കിൽ ഒരു നല്ല രീതിയിൽ സംസാരിക്കാനോ നല്ല കോൺഫിഡന്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യാനോ സക്സസ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യാനോ എനിക്കും പറ്റില്ല എന്നുള്ള രീതിയിലുള്ള ഒരു തോട്ട്സ് നമ്മുടെ ഉള്ളിലേക്ക് വരും. അത് ഇൻജെക്ട് ചെയ്യുന്നത് നമ്മുടെ സർക്കിളാണ്. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സർക്കിൾ എന്താണ്, നമ്മുടെ ഫാമിലി സർക്കിൾ എന്താണ്, നമ്മുടെ ഫ്രണ്ട്സിന്റെ സർക്കിൾ എന്താണ്, നമ്മൾ കൂടുതലായിട്ട് നമ്മൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു സർക്കിൾ ഉണ്ടാവും. ഇതിനൊക്കെ നമ്മളൊന്ന് അഡ്രസ് ചെയ്യാം. ഇതിനെ ബേസ് ചെയ്തിട്ടും നമ്മുടെ സെൽഫിന് അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ചേഞ്ച് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ ക്ലിയർ ആണോ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ? നമുക്ക് ഏകദേശം ടൈം ആയിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. നമ്മൾ ഇത്രയും പറഞ്ഞ ടോപ്പിക്കിൽ അല്ലെങ്കിൽ ഇത്രയും പറഞ്ഞ പോയിന്റ്സിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, നിങ്ങൾ എല്ലാവരും നിങ്ങൾ എഴുതിയിട്ടുള്ള പോയിന്റ്സ് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കി. നിങ്ങളുടെ ലൈഫുമായിട്ട് എങ്ങനെയാണ് അത് കണക്ട് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്തത്,
നിങ്ങൾക്ക് അത് എങ്ങനെയാണ് ബിൽഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ പറ്റിയിട്ട് ക്ലാരിറ്റി കിട്ടിയോ? യെസ് സർ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നമ്മൾ ഇത്രയും പറഞ്ഞ പോയിന്റ്സിലോ അല്ലെങ്കിൽ കാര്യത്തിലോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണെങ്കിൽ എല്ലാവരും ഇത്രയും പറഞ്ഞ പോയിന്റ്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും CLR എന്ന് കമന്റ് ചെയ്തേ. ആർക്കും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ കമന്റിൽ ചോദിക്കാം. അല്ലെങ്കിൽ CLR എന്ന് കമന്റ് ചെയ്തേ. ഓക്കെ, സോ താങ്ക് യു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? നിങ്ങൾക്ക് ആർക്കും ഡൗട്ട്സോ കാര്യങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും പോയിന്റ്സ് നമ്മൾ പറഞ്ഞു. ഇതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഡയഗ്നോസിസ് ചെയ്തു. അതുപോലെ തന്നെ എങ്ങനെയാണ് ബിൽഡ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് പറഞ്ഞു അല്ലെ? ഇതിനെപ്പറ്റി ഒരു നോളജ് കിട്ടി, ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടി. ഇനി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്താൽ മതി. കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റിസൾട്ട് കിട്ടുന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട. നിങ്ങൾ കോൺഫിഡൻസ് ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്, സെൽഫ് കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ പറഞ്ഞിട്ടുള്ള ആ ഒരു പോയിന്റ്സ് തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതിനനുസരിച്ചുള്ള ആക്ഷൻസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എടുക്കുക എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടും. സോ നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യാനും നിങ്ങളുടെ കോൺഫിഡൻസിന്റെ ലെവൽ അപ്ഗ്രേഡ് ചെയ്യാനും നല്ല രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ ജസ്റ്റ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നോട്ട്ബുക്കിൽ എഴുതിയിട്ട് വെക്കുന്ന ഒരു സിറ്റുവേഷൻ ആവാതെ ലൈഫിൽ അത് അപ്ലൈ ചെയ്യുക, അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് നിങ്ങൾ ഗ്രാബ് ചെയ്യാം. ഓക്കെ, ദെൻ സോ നമുക്ക് ഇത് വൈൻഡ് അപ്പ് ചെയ്യാം. ആൻഡ് താങ്ക് യു സോ മച്ച് ടു ഓൾ. താങ്ക് യു സർ. യൂസ്ഫുൾ ആയിട്ടുള്ള സെഷൻ. Yes, sir. Thank you, sir. Thank you so much.